Hi, good afternoon. Good afternoon, Miss. Yes, good afternoon and very, very happy New Year. Thank you, Miss. Happy New Year. Okay, thank you. അപ്പോൾ ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്തെല്ലാം നന്നായിട്ടൊക്കെ പ്ലാൻ നല്ല ഒരു ഇയർ ആയിരിക്കട്ടെ. ഫോർത്ത് കമ്മിങ് ഇയർ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു എന്താ പറയാ നന്മയുടെയും നല്ല ആരോഗ്യവും നല്ല രീതിയിലുള്ള പുതിയ പുതിയ സംരംഭങ്ങൾ ഏറ്റെടുക്കാനുള്ള ഒരു എന്താ പറയാ എല്ലാ പ്രാപ്തിയും ദൈവം തരട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. അപ്പോ നമ്മൾ ക്ലാസ്സുകളൊക്കെ ഏകദേശം എന്താ പറയാ എൻഡ് പാർട്ടിലാണ്. കുറച്ചുകൂടിയൊക്കെ ക്ലാസ്സസ് കൂടി 2-3-4-5 ക്ലാസ്സുകൾ കൂടിയൊക്കെ നമ്മുടെ പോർഷൻസ് ഒക്കെ ഏകദേശം തീരും. അപ്പോ നമ്മൾ ഇപ്പൊ ഏറ്റെടുത്തിരിക്കുന്ന ഈ ഒരു കാര്യം കൂടി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കൂടിയുള്ള ഒരു ഇയർ ആണ് 2025 എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ 2025 നമുക്കൊരു നല്ല ഒരു ഇയർ ആയിരിക്കട്ടെ. ത്രൂ ഔട്ട് ദ ഇയർ നമുക്ക് നന്മകൾ മാത്രം ഉണ്ടാകട്ടെ, ഐശ്വര്യം ഉണ്ടാകട്ടെ, അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം നിങ്ങളുടെ ഈ കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പുതിയൊരു എന്താ പറയാ ഒരു ലെവൽ നമ്മൾ മുന്നേറുകയാണെന്ന് കൂടിയുള്ള ഒരു കാര്യമുണ്ട് ഇതിനകത്ത്. എഡ്യൂക്കേഷൻ വൈസ് ആയിക്കോട്ടെ മറ്റു രീതിയിലും നമുക്കൊരു ജോബ് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് മുമ്പിലുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ കൂടി പറ്റട്ടെ. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ എടുത്തുകൊണ്ടിരിക്കുന്നത് ആണോ? യെസ്, മെഡിക്കൽ ഇൻഷുറൻസിനകത്ത് ഹെൽത്ത് ഇൻഷുറൻസ് എന്താണെന്നും കുറെ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ ടേംസും ഒക്കെ നമ്മൾ പറഞ്ഞു. ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു എന്താ പറയാ പുതിയ ടേമാണ്, അല്ലെങ്കിൽ പുതിയ ടോപ്പിക്കാണ്, അല്ലെങ്കിൽ ഒരു പുതിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള കുറെ ടേംസ് നമ്മൾ പഠിച്ചത്. ഇൻഷുർഡ്, ഇൻഷുറർ, പ്രീമിയം, ക്ലെയിം, ഫസ്റ്റ് പാർട്ടി ക്ലെയിം, തേർഡ് പാർട്ടി ക്ലെയിം, എക്സ്ക്ലൂഷൻസ്, മെഡിക്ലെയിം ഇൻഷുറൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പുതിയ ടേംസ് നമ്മൾ പഠിച്ചു. കൂടാതെ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിന്റെ അഡ്വാൻറ്റേജസ് അല്ലെ, നേട്ടങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ നേട്ടമാണ് നമുക്ക് ഒരു ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി കൊണ്ട് ഉണ്ടാകുന്നത്. നേട്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാറില്ല. സോ ദർ ഷുഡ് ബി സം അഡ്വാൻറ്റേജസ്. ഇത്തരം ഇൻഷുറൻസ് പദ്ധതികളുടെ ഭാഗമാകുന്നതിന് എന്തൊക്കെയോ ബെനിഫിറ്റുകളൊക്കെ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ എന്താ പറയാ ഹെൽത്ത് ഇൻഷുറൻസ് കവർ ചെയ്യുന്ന അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ കവറേജ് പരിധിയിൽ വരുന്ന ചില കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ, പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസുകൾ, പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസുകൾ, ആംബുലൻസ് ചാർജസ്, പിന്നെ ഡേ കെയർ, ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷ് ആൻഡ് ഓൾസോ ഇൻകം ബെനിഫിറ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇത്തരം ഹെൽത്ത് ഇൻഷുറൻസ് കൊണ്ട് ഉണ്ടാകുന്ന ചില പ്രധാനപ്പെട്ട ഇൻഷുറൻസ് കവറേജുകളാണ് നമ്മൾ കണ്ടത്. പിന്നെ അത് കൂടാതെ ഡിസീസസ് വിച്ച് ആർ നോട്ട് കവേർഡ് അണ്ടർ ഹെൽത്ത് ഇൻഷുറൻസ് അക്കോർഡിംഗ് ടു IRDAI അല്ലെ, IRDAI പ്രകാരം ചില മെഡിക്കൽ കേസസ് അല്ലെങ്കിൽ ഡിസീസസ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് എന്ത് ചെയ്യുന്നു കവറേജിൽ വരുന്നില്ല എന്ന് നമ്മൾ കണ്ടു. IRDAI ആരാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. അത് നമ്മുടെ ഇൻഷുറൻസിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന കൺട്രോൾ ചെയ്യുന്ന അതോറിറ്റിയാണ് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. IRDAI പറയുന്നത് ഈ താഴെ പറയുന്ന ഡിസീസസ് അല്ലെങ്കിൽ മെഡിക്കൽ കണ്ടീഷൻസിന് കവറേജ് വിൽ നോട്ട് ബി പ്രൊവൈഡഡ്, തീർച്ചയായിട്ടും കവറേജ് കിട്ടില്ല എന്ന് പറഞ്ഞ് കുറച്ച് മാറ്റി നിർത്തിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ കണ്ടു. കോസ്മെറ്റിക് സർജറീസ്, IVF ആൻഡ് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്, പ്രഗ്നൻസി ആൻഡ് അബോർഷൻ, മിസ്ലേനിയസ് ചാർജസ് എന്ന് വെച്ചാൽ മറ്റ് ചെലവുകൾ, അതായത് രജിസ്ട്രേഷൻ ഫീസ്, അഡ്മിഷൻ ഫീസ്, പിന്നെ സർവീസ് ചാർജസ് കണക്റ്റഡ് വിത്ത് ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള സർവീസ് ചാർജസ് ഒക്കെ എന്തെങ്കിലും നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇതിനകത്ത് വരില്ല. ഇനി ഹെൽത്ത് സപ്ലിമെന്റ്, നമ്മുടെ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഹെൽത്ത് സപ്ലിമെന്റുകൾ, പ്രോട്ടീൻ ഷേക്സ് ഒക്കെയാണ് അതിനൊക്കെ വേണ്ടി വരുന്ന ചെലവുകൾ. ഇറ്റ്സ് ഓൾസോ നോട്ട് ഇൻക്ലൂഡഡ് ഓർ കവേർഡ് അണ്ടർ ഹെൽത്ത് ഇൻഷുറൻസ്. ഇതൊന്നും ഇൻഷുറൻസ് കവറേജിന്റെ പരിധിയിൽ വരുന്നതല്ല. പിന്നെ കുറച്ച് പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻസ്, നമുക്ക് മുന്നേ കൂട്ടി തന്നെയുള്ള ചില രോഗങ്ങൾ, അതായത് നേരത്തെ നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് സ്റ്റിൽ ആ സമയത്ത് തന്നെ വി ഹാവ് സം എക്സിസ്റ്റിംഗ് ഡിസീസസ്.
നമുക്ക് ചില രോഗങ്ങളുണ്ട്, അത്തരം ചില രോഗങ്ങളൊന്നും കവറേജിൽ വരില്ല. ഇനി ചില രോഗങ്ങൾക്ക് അവരൊരു വെയിറ്റിംഗ് പീരീഡ് എന്താ പറയാ കൊടുത്തിട്ടുണ്ട്, അലോട്ട് ചെയ്തിട്ടുണ്ട്. ആ വെയിറ്റിംഗ് പീരീഡിൽ കുറച്ച് ഫസ്റ്റ് ഫ്യൂ ഇയേഴ്സ് വേണ്ടി പ്രൊവൈഡഡ്. ആ ഒരു ഫസ്റ്റ് ഫ്യൂ ഇയേഴ്സിൽ ആ ഒരു രോഗം വരുന്നില്ല എങ്കിൽ അതിനുശേഷം ഉണ്ടാകുന്ന സമയത്തായിരിക്കും അതിന് കവറേജ് കിട്ടുക. അപ്പൊ ആ വെയിറ്റിംഗ് പീരീഡ് ഏകദേശം അവര് പറഞ്ഞിരിക്കുന്നത് അത് ഇൻഷുറർക്ക് നിശ്ചയിക്കാം. വാട്ട് ഇറ്റ് വിൽ ബി ദ ഈ പറയുന്ന നമ്മുടെ വെയിറ്റിംഗ് പീരീഡ് ഏത് സമയം എടുക്കണം, ആ ഒരു ഡ്യൂറേഷൻ എത്ര കൊടുക്കണമെന്ന് ഇൻഷുറർ ക്യാൻ ഡിസൈഡ്. ഇൻഷുറർക്ക് തീരുമാനിക്കാവുന്നതാണ്. ആൻഡ് യൂഷ്വലി അത് 12 to 48 months ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ സെൽഫ് ഹാം, ഇതൊന്നും നമുക്ക് കവറേജ് കിട്ടുന്ന ഹെൽത്ത് ഇൻഷുറൻസുകളല്ല. സെൽഫ് ഹാം എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ പ്രവണത, അല്ലെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ ഉണ്ടാകുന്ന ആഫ്റ്റർ എഫക്ട്, ചിലപ്പോൾ ആൾ മരിച്ചിട്ടില്ലെങ്കിലും ആൾക്ക് എന്തെങ്കിലുമൊക്കെ ചില ഇഞ്ചുറീസ് ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയി അതിന് എക്സ്പെൻസുകളുടെ മീറ്റ് ചെയ്യാനുള്ള കവറേജ് ഇതിൽ കൊടുക്കുന്നതല്ല. അതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് പ്ലാൻ ചെയ്ത് ഉണ്ടാക്കുന്നതായതുകൊണ്ട് പ്രീ പ്ലാൻഡ് ആയിട്ടുള്ളതിനും നമുക്ക് കിട്ടുന്ന എക്സ്പെൻസ് അല്ല. ആക്സിഡന്റലി ഉണ്ടാകാവുന്ന കാര്യങ്ങൾക്കാണ് ഇൻഷുറൻസ് കവറേജ് കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും. അപ്പൊ ഇതെല്ലാം മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്ന ആ വേർഡുകൾ ഓർത്തിരിക്കണോട്ടാ. എക്സ്പെൻസസ് വിച്ച് ആർ നോട്ട് കവേർഡ് അണ്ടർ മെഡിക്കൽ ഡിസീസസ് ഓർ മെഡിക്കൽ ട്രീറ്റ്മെന്റ് വിച്ച് ആർ നോട്ട് ഇൻക്ലൂഡഡ് അണ്ടർ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് അക്കോർഡിംഗ് ടു IRDAI. ആ വേർഡുകൾ ഏതൊക്കെയാണ്? കോസ്മെറ്റിക് എക്സ്പെൻസ്, IVF ആൻഡ് ഫെർട്ടിലിറ്റി. ആ പോയിന്റുകൾ മാത്രം. എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ആ പോയിന്റുകൾ എന്തായാലും അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടാവണം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, ഇവിടെ വരെയാണ് നമ്മൾ എടുത്തത്. റൈറ്റ്, അവിടെയല്ലേ? ഇവിടെ വരെയല്ലേ നിർത്തിയ? നീ കൂടുതൽ എടുത്തോ? ബാക്കി എടുത്തോട്ടെ. ആ, എല്ലാവർക്കും ഉറപ്പാണല്ലോ? കുറച്ചെടുത്ത് കഴിയുമ്പോൾ മിസ് ഇതിന്റെ മുകളിൽ തെറ്റില്ലല്ലോ എന്ന് പറയരുതാ. ഓക്കെ, യെസ്. സോ മിസ്ലേനിയസ് ചാർജസ് എന്നാണ്, ചേഞ്ചസ് എന്നല്ലല്ലോ. ചേഞ്ചസ് എന്നാണ് നടക്കുന്നത്, ചാർജസ് എന്നല്ലേ? മിസ്ലേനിയസ് ചാർജസിന്റെ കീഴിലാണ് അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് വന്നേക്കണേ. അതിന്റെ ആരോമാർക്കൊക്കെ വെട്ടിക്കളയാൻ ഞാൻ അന്ന് എടുത്തപ്പോ പറഞ്ഞിരുന്നു. മിസ്ലേനിയസ് ചാർജസിന്റെ എക്സ്പ്ലനേഷൻ ആണ് തൊട്ട് താഴെ. അതർ ചാർജസ് ലൈക്ക് രജിസ്ട്രേഷൻ ഫീസ്, അഡ്മിഷൻ ഫീസ് ആൻഡ് ഓൾസോ സർവീസ് ചാർജസ് കണക്റ്റഡ്. ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യണം. ആ പേഷ്യന്റിനെ പെട്ടെന്ന് നോക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ കൂടി രജിസ്റ്റർ ചെയ്യുന്നു. അതൊക്കെ എക്സ്ട്രാ എക്സ്പെൻസ് ആണ്. അങ്ങനെ എന്താ പറയാ, അതൊക്കെ നമ്മൾ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യുന്ന എക്സ്പെൻസ് ആണല്ലോ. അതൊന്നും കവർ ചെയ്യില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അഡ്മിഷൻ ഫീസ്, അങ്ങനത്തെ ഫീസുകൾ എക്സ്ട്രാ കൊടുക്കുന്ന എമൗണ്ട് ആണ്. അത് നമ്മുടെ കവറേജിനകത്ത് വരുന്നതല്ല. അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് താഴെ ആ ആരോമാർക്ക് ഞാൻ വെട്ടിക്കളയാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഹെൽത്ത് സപ്ലിമെന്റിന്റെ താഴെ ഒരു ആരോമാർക്ക് ഉണ്ട്, അതും വെട്ടിക്കളയാൻ പറഞ്ഞു. ഇന്ത്യയില് ഹെൽത്ത് സപ്ലിമെന്റുകൾക്ക് പ്രോട്ടീൻ ഷേക്ക് ഒക്കെ പോലെയുള്ള എക്സ്പെൻസുകൾ ഒന്നും തന്നെ കവറേജിൽ വരുന്നതല്ല. അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. മിസ്ലേനിയസ് എക്സ്പെൻസുകളാണ്, ചാർജസ് ആണ് കേട്ടോ, ചേഞ്ചസ് അല്ല. So now we are going to study which are the diseases which are not covered under waiting period. നമ്മൾ പറഞ്ഞല്ലോ ഒരു വെയിറ്റിംഗ് പീരീഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ വെയിറ്റിംഗ് പീരീഡിലും ചില മെജോറിറ്റീസ് ഓഫ് ഡിസീസസ് ആർ നോട്ട് കവേർഡ്. ഈ എന്താ പറയാ, കവർ ചെയ്യാത്ത ചില രോഗങ്ങൾ വീണ്ടും എടുത്തു പറയുന്നത്. വെയിറ്റിംഗ് പീരീഡിൽ കവർ ചെയ്യാത്ത ചില രോഗങ്ങൾ, ആ പേരുകൾ മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. വിചാരണ ആ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെയാണ് വരിക. വിചാരണ ഡിസീസസ് നോട്ട് കവേർഡ് ഇൻ വെയിറ്റിംഗ് പീരീഡ്. വെയിറ്റിംഗ് പീരീഡിന്റെ അണ്ടറിൽ വരാത്ത ഡിസീസസ് ഏതൊക്കെയാണ് വന്നിരിക്കുന്നത്? ഗ്യാസ്ട്രോ ഇൻഡസ്റ്റിനൽ അൾസേഴ്സ്, അതായത് നമുക്ക് ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് കൊണ്ടുണ്ടാകാവുന്ന അൾസറുകൾ. പേര് കേട്ടാ ചിലതൊക്കെ നമുക്ക് വേഗം മനസ്സിലാവും. നമുക്ക് ആ പേര് മാത്രമേ പഠിക്കാനുള്ളൂ. ഗ്യാസ്ട്രോ ഇൻഡസ്റ്റിനൽ അൾസർ ആണ്, അതായത് ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് കൊണ്ടുണ്ടാകുന്ന അൾസേഴ്സ്. പിന്നെ എനി ഫോംസ് ഓഫ് ഫിസ്റ്റുല. ഈ ഫിസ്റ്റുല എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ടു ഓർഗൻസ്. നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് പോലെയൊക്കെ വരും. അത് ഉണ്ടാകാൻ അത് എന്താ പറയാ, ചില അകൽച്ചയും, അതായത് ഈ ചില ഓർഗൻസ് പോലെ അകൽന്ന് ഇങ്ങനെ ഇരിക്കും. അത് ചില ഇൻഫെക്ഷൻസ് കൊണ്ടാകാം, അല്ലെങ്കിൽ എന്താ പറയാ ചില ഓപ്പറേഷൻ സർജറീസിന് വന്നതുകൊണ്ടാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറീസിന്റെ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ പറയുന്ന ഓർഗൻസ് തമ്മിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ഗ്യാപ്പ്, ഒരു ഓപ്പണിംഗ് ഒക്കെ ഉണ്ടാകാറുണ്ട്. അതിനെയാണ് ഫിസ്റ്റുലാസ് എന്ന് വിളിക്കുക. അപ്പൊ ഏത് ടൈപ്പ് ഓഫ് ഫിസ്റ്റുലാസും ഈ വെയിറ്റിംഗ് പീരീഡിന്റെ ഡിസീസിന്റെ കവറേജിൽ വരുന്നതല്ല. ദെൻ ബെനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫിക്. പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫിക് എന്ന് പറയുന്നത് എന്താ? ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ എവിടെയോ മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട്. പ്രോസ്റ്റാറ്റിക് ഗ്ലാൻഡ്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് എവിടെയെങ്കിലും കേട്ടതായിട്ട് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? പ്രോസ്റ്റാറ്റ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് എനിപ്പടി ഏതെങ്കിലും നമ്മൾ മുൻപ് പഠിച്ചിരിക്കുന്നത് എവിടെയാണ് അത് കേട്ടിരിക്കുന്നത്?
ഏത് ഡിപ്പാർട്ട്മെന്റ് മെൻഷൻ ചെയ്തപ്പോഴാണ്? യെസ്, വെരി ഗുഡ്. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലാണ്. അതെ, യൂറോളജി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്മള് പഠിച്ചിരുന്നു. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നതിൽ നമ്മള് എന്ത് ചെയ്തിരുന്നു? ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഹോസ്പിറ്റൽ എന്ന് പഠിച്ച അതിനകത്ത് ആ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിരുന്നു. ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ച് നമ്മൾ മെൻഷൻ ചെയ്ത് പറഞ്ഞപ്പോ യൂറോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് അത് മെയിൽ ഫീമെയിൽ യൂറിനറി ട്രാക്ട് സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉണ്ടാകാവുന്ന യൂറിൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. ആൻഡ് ഓൾസോ മോസ്റ്റ്ലി കോൺസെൻട്രേറ്റഡ് ഓൺ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. മാത്രമല്ല ഈ ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെയാണ്. അതായത് പുരുഷന്മാരുടെ പ്രത്യുൽപാദന സമ്പ്രദായവുമായിട്ട് ബന്ധമുണ്ട് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്. അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, സ്ത്രീകൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഗൈനക്കോളജിയിലാണ് നമ്മൾ പറയുക, അല്ലെ? അവിടെയാണ് നമുക്ക് ട്രീറ്റ്മെന്റ് ഉള്ളത്. അപ്പൊ അതുപോലെ തന്നെ പുരുഷന്മാർക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. റിപ്രൊഡക്ഷനെ ബാധിക്കുന്ന പല പ്രശ്നങ്ങളും മോസ്റ്റ് ഓഫ് ദ കേസിലും ഉണ്ടാകാറുണ്ട്. അപ്പൊ അതൊക്കെ കറക്റ്റ് ചെയ്യാതെ നമുക്ക് റിപ്രൊഡക്ഷന് നമ്മളെ ഉണ്ടാക്കാൻ പറ്റില്ല. അതായത് റീപ്രൊഡക്ഷൻ സിസ്റ്റം കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് യൂറോളജി. അപ്പൊ നമ്മൾ അവിടെ പറഞ്ഞിരുന്നു മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഗ്ലാൻഡ് ആണ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ആ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിനകത്ത് ക്യാൻസറോ പോലെയുള്ള ചില അസുഖങ്ങളൊക്കെ ഡിസീസസ് ഒക്കെ വന്നു കഴിയുമ്പോൾ ഈ പറയുന്ന ഈ പ്രോസ്റ്റേറ്റ് എന്ത് ചെയ്യുന്നു അറിയോ? ആ ഗ്ലാൻഡ് ചിലപ്പോൾ ഒരു അബ്നോർമൽ ആയിട്ട് ഇങ്ങനെ വളരും, എൻലാർജ്മെന്റ് പോലെയൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ റീപ്രൊഡക്ഷനെ അത് കാര്യമായിട്ട് ബാധിക്കും. അബ്നോർമൽ ഗ്രോത്ത് ഒക്കെ കുറച്ച് ലാർജർ സൈസിലേക്ക് ആ ഗ്ലാൻഡ് വളരാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് റീപ്രൊഡക്ഷനെ ബാധിക്കുന്ന ഒരു ഇതിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകൾ അത് വെയിറ്റിംഗ് പീരീഡില് ഡിസീസസ് കവർ ചെയ്യാത്തതാണ്. ഹെമറോയിഡ്സ് ആൻഡ് പൈൽസ്. പൈൽസ് അറിയാലോ, എല്ലാവർക്കും അറിയാവുന്ന രോഗം തന്നെയാണ്. അതിന്റെ മറ്റൊരു വേർഡാണ് ഹെമറോയിഡ്സ് എന്ന് പറയുന്നത്. ഡിസ്ഫങ്ഷണൽ യൂട്രിൻ ബ്ലീഡിംഗ്. യൂട്രസിൽ ഉണ്ടാകുന്ന ബ്ലീഡിങ് നമുക്കറിയാം. സ്ത്രീകൾക്ക് എന്താ പറയാ മോസ്റ്റ് ഓഫ് ദ ഒരു എന്താ പറയാ ലേഡീസിനും ഒരു പ്രായമൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോ നമ്മുടെ ലാസ്റ്റ് പീരീഡ്സിന്റെ ഒക്കെ ലാസ്റ്റ് സമയത്തൊക്കെ ഉണ്ടാകാവുന്ന സാധനമാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് കുറച്ച് എന്താ പറയാ അബ്നോർമൽ ആയിട്ട് കുറെ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാകാറുണ്ട്. മാസത്തിന്റെ എന്താ പറയാ പകുതി ദിവസങ്ങളൊക്കെ തന്നെ നമുക്കറിയാലോ ഒരു പെർട്ടിക്കുലർ ഡേയ്സ് ആണ് ഇതിന് വേണ്ടിയിട്ടുള്ളത്. പക്ഷെ അതിനേക്കാൾ അപ്പുറം കൂടുതൽ വോള്യത്തിലും അതുപോലെ തന്നെ ഡിസ്ചാർജ് ചെയ്യപ്പെടും ബ്ലഡ്. അതുപോലെ തന്നെ കൂടുതൽ ദിവസവും അതിങ്ങനെ നീണ്ടു നിൽക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതാണ് യൂട്രിൻ ബ്ലീഡിംഗ് എന്ന് പറയുന്നത്. അത് കറക്റ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാതിരിക്കുന്നത്. കാറ്ററാക്ട്, തിമിരം, അല്ലെ? നമുക്കറിയാം ഒരു പ്രായം കഴിഞ്ഞു കഴിയുമ്പോൾ ആളുകളിൽ കടന്നുകൂടുന്ന ഒരു കാഴ്ചയുമായി ബന്ധപ്പെട്ട ഒരു അസുഖമാണ് തിമിരം, കാറ്ററാക്ട്. പിന്നെ ഹെർണിയ, അതും ഒരു അബ്നോർമൽ ഗ്രോത്ത് തന്നെയാണ് ഹെർണിയ. നമ്മുടെ ഈ ഇതിന്റെ ഒക്കെ വയറിനൊക്കെ താഴെയായിട്ടുള്ള ഒരു അബ്നോർമൽ ഗ്രോത്ത് ആണ് ഇൻസൈഡില്. ദെൻ അഡിക്ഷൻ ട്രീറ്റ്മെന്റുകൾ. നമുക്ക് പല ഏതെങ്കിലും സാധനങ്ങളൊക്കെ അമിതമായിട്ടൊക്കെ ഉപയോഗിച്ച് അതുകൊണ്ടുണ്ടാകുന്ന ആഫ്റ്റർ എഫക്ട്, മദ്യം, മയക്കുമരുന്ന്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ഉപയോഗിച്ച് അതിന് അഡിക്റ്റഡ് ആയിട്ട് ആ അഡിക്ഷൻസിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് എന്താ പറയാ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കുമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് വരുന്ന ചെലവുകളൊന്നും നമ്മുടെ വെയിറ്റിംഗ് പീരീഡിൽ കൺസിഡർ ചെയ്യുന്ന ഡിസീസസ് അല്ല. ദെൻ ഡെന്റൽ ട്രീറ്റ്മെന്റുകൾ. ഡെന്റൽ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിനൊരു എക്സെപ്ഷണൽ കേസ് കൊടുത്തിട്ടുണ്ട്, ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട്. unless the dental injury results from an accident. ഒരു ആക്സിഡന്റ് കൊണ്ടുണ്ടാകുന്ന ഡെന്റൽ ഇഞ്ചുറി ആണെങ്കിൽ അതിന് കവറേജ് കിട്ടും. പക്ഷെ അല്ലാതെയുള്ള ഡെന്റൽ ട്രീറ്റ്മെന്റുകൾ നമുക്കറിയാം. നമ്മളുടെ വായിലെ പല്ലുകളൊക്കെ അലൈൻ ചെയ്ത് ജോ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ താടിയിലൊക്കെ കറക്റ്റ് ലെവലല്ലാത്ത ഒക്കെ ഉള്ള കുറച്ചുകൂടി ഒക്കെ അപ്പിയറൻസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ചില കൃത്രിമ പല്ലുകളൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ, അല്ലെ? കുട്ടികൾക്ക് മുതൽ പല്ലിനൊക്കെ കുറെ പല്ലുകൾ വേണ്ടാതെ ആവശ്യമില്ലാത്തൊക്കെ മുളച്ചു വരിക, പല്ലുകൾക്ക് വിടവ്, അലൈൻമെന്റുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വരുന്ന എക്സ്പെൻസുകളൊന്നും ട്രീറ്റ് ചെയ്യപ്പെടുന്നില്ല. പക്ഷെ ഒരു ആക്സിഡന്റിൽ കൊണ്ടുണ്ടാകുന്ന ഇഞ്ചുറീസ് കൊണ്ടുണ്ടാകുന്ന ആ ഒരു റിസൾട്ട്, ആ ഒരു കാര്യങ്ങൾക്കാണെങ്കിൽ അതിന് കവറേജ് കിട്ടും. പിന്നെ ജനറ്റിക് ഡിസീസസ് ഓർ കോൺജനിറ്റൽ കണ്ടീഷൻസ്. നമുക്ക് ജനറ്റിക് പരമായിട്ട് പാരമ്പര്യപരമായിട്ട് കിട്ടുന്ന ചില അസുഖങ്ങള്, അല്ലെങ്കിൽ എന്താ പറയാ കോൺജനിറ്റൽ ഡിസീസസ് എന്താ, നമുക്ക് ജന്മനാ ഉണ്ടാകുന്ന ചില അസുഖങ്ങൾ. രണ്ടാണ് അല്ലെ? പാരമ്പര്യമായി കിട്ടുന്നതും ജന്മനാ കിട്ടുന്നതും രണ്ടല്ലേ? അപ്പൊ അത്തരം അസുഖങ്ങളൊക്കെ ഡിസീസസ് നോട്ട് കവേർഡ് അണ്ടർ വെയിറ്റിംഗ് പീരീഡ്. അപ്പൊ ഇത് അങ്ങനെ തന്നെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഡിസീസസ് ഏതൊക്കെയാണ് വെയിറ്റിംഗ് പീരീഡിൽ കവർ ചെയ്യാത്തത് എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് നിന്ന് ഏതെങ്കിലുമൊക്കെ തരാം, അല്ലെങ്കിൽ ഒരെണ്ണം മാത്രം തന്നിട്ട് ഇതിനകത്ത് ഉൾപ്പെടാത്തത് ഏതാണ് എന്ന് വേണമെങ്കിൽ തരാം. അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ പേരുകൾ ടിക്ക് ചെയ്തിട്ട് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം, അല്ലെങ്കിൽ NP എന്ന് ആ ഒരു പാർട്ടിൽ നിങ്ങൾ ഇട്ട് വെച്ചേക്കാം. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ക്ലിയർ ആയല്ലോ?
ഇത് രോഗം എന്താണ്, ആ രോഗത്തിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ നമുക്ക് ആവശ്യമില്ല. നമ്മൾ പഠിക്കുന്നത് ഇൻഷുറൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഇൻഷുറൻസിന്റെ കവറേജിൽ വരുന്നത്, വരാത്തത്, വെയിറ്റിംഗ് പീരീഡിൽ കൺസിഡർ ചെയ്യാത്തത് എന്നൊക്കെയാണ് ഇതിന്റെ ഹെഡിങ്. സോ വി ഹാവ് ടു ഓൺലി ജസ്റ്റ് മെൻഷൻ ദ നെയിംസ് ഓഫ് ദാറ്റ് ഡിസീസസ്. ആ പേരുകൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പൊ പേരുകൾ മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. Okay, now we are going to study the types of health insurance. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹെൽത്ത് ഇൻഷുറൻസിന്റെ വിവിധങ്ങളായിട്ടുള്ള ചില വകഭേദങ്ങളാണ്. എന്ന് പറഞ്ഞാൽ എന്താ കാര്യം? അതായത് നമ്മൾ വീണ്ടും പറയുകയാണ്, ഒരു ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഓരോ ഇൻഷുറൻസിനും അതിൻ്റെതായ പ്രത്യേക രീതിയിലുള്ള കണ്ടീഷൻസ് ഉണ്ട്, ടേംസ് ഉണ്ട്, എക്സ്ക്ലൂഷൻസ് ഉണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. ഓരോ ഇൻഷുറൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാ ഇൻഷുറൻസ് പദ്ധതികളും ഒരുപോലെയാണെന്ന് നമ്മൾ വിചാരിക്കരുത്. ഓരോന്നിനും അതിൻ്റെതായ രീതിയിലുള്ള കവറേജ്, അത് കൊടുക്കുന്ന കവറേജിന്റെ കാര്യത്തിലായാലും, അത് എക്സ്ക്ലൂഡ് ചെയ്യുന്ന കാര്യത്തിലായാലും, അതിനുള്ള ലിമിറ്റേഷൻസിന്റെ കാര്യത്തിലായാലും എല്ലാം വ്യത്യസ്തതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ്. ഹെൽത്ത് ഇൻഷുറൻസ് ഒരു രീതിയല്ല ഉള്ളത്, 2-3 രീതിയിൽ, കുറച്ച് രീതിയിലുണ്ട്. നമ്മളിവിടെ ഒരു 5 ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസുകളാണ് മെൻഷൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഹോസ്പിറ്റലൈസേഷൻ കവർ. ഒന്നാമത്തേത് ഹോസ്പിറ്റലൈസേഷൻ കവർ ആണ്. എന്താണ് ഹോസ്പിറ്റലൈസേഷൻ കവർ എന്ന് പറയുന്നത്? വിച്ച് പ്രൊവൈഡ്സ് ഇൻഷുർഡ്, അതായത് ഈ ഇൻഷുറൻസ് പോളിസി എടുത്തിരിക്കുന്ന ആൾക്കാർക്ക് ടു കവർ ഓൾ ദ എക്സ്പെൻസസ് അറൈസിംഗ് ഔട്ട് ഓഫ് ദ ഹോസ്പിറ്റലൈസേഷൻ. ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വന്നു, ആളെ അഡ്മിറ്റ് ചെയ്തു. ഹോസ്പിറ്റലൈസ്ഡ് ആക്കുക എന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് ആക്കുക എന്നർത്ഥം അല്ലെ? അപ്പൊ അങ്ങനെ അഡ്മിറ്റ് ആകുന്നതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന എല്ലാ ചെലവുകളും മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി വരുന്ന കവറേജ് കൊടുക്കുന്ന ഇൻഷുറൻസ് ആണ് ഹോസ്പിറ്റലൈസേഷൻ കവർ. അഡ്മിറ്റ് ചെയ്തതിന് ശേഷം അഡ്മിഷന് വേണ്ടിയിട്ട് വരുന്ന ചാർജസ്, അഡ്മിഷൻ ചാർജസ്, പിന്നെ ആൾക്ക് എന്തെങ്കിലുമൊക്കെ മെഡിസിൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ചാർജസ്, അല്ലെങ്കിൽ അവിടെ നിന്ന് ഏതെങ്കിലും ഫാർമസിയിൽ നിന്ന് എന്തെങ്കിലും മറ്റേതെങ്കിലും പ്രോഡക്റ്റുകളൊക്കെ ഇപ്പൊ കിടക്കുന്ന രോഗികളാണെങ്കിൽ ചിലപ്പോൾ ബെഡ് പാക്ക് അങ്ങനത്തെ വല്ലതൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുണ്ടാവും. ഇതെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ എല്ലാം എക്സ്പെൻസ് അക്കോർഡിംഗ് ടു ദ ബിൽ അല്ലെ, എന്നുള്ള റിക്വയർഡ് ബില്ല് ഉണ്ടായിരിക്കും അദ്ദേഹം എന്നുള്ള സാധനങ്ങളൊക്കെ. അപ്പൊ എന്തായാലും ഹോസ്പിറ്റൽസ് ആയതുകൊണ്ട് പ്രത്യേകിച്ചും അതിന്റെയൊക്കെ ബില്ല് കൃത്യമായിട്ട് അവര് റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ടായിരിക്കും അല്ലെ. അപ്പൊ അത് ഇലക്ട്രോണിക് ആയിട്ട് അത് കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്തും വെക്കും, അല്ലാതെയും മാനുവൽ ആയിട്ട് അവർ എഴുതി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ബിക്കോസ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്താലാണ്, ഈ പ്രൊഡ്യൂസ് ചെയ്താലാണ് അതിന്റെയൊക്കെ കോമ്പൻസേഷൻ ഇൻഷുറൻസ് കമ്പനിയുടെ കയ്യിൽ നിന്ന് കിട്ടുള്ളൂ. അല്ലാണ്ട് നമ്മൾ വാങ്ങുകൊണ്ട് എന്ന് പറഞ്ഞത് ഇന്ന കാര്യത്തിന് 10,000 രൂപ ചെലവായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇൻഷുറൻസ് കമ്പനിയുടെ അടുത്ത് ചെന്നാലും വേഗം തന്നെ അവർ അവിടെ നിന്ന് 10,000 കിട്ടുന്നത് നമുക്ക് തരാൻ പോകുന്നില്ല. സോ ഈച്ച് ആൻഡ് എവറിത്തിങ് ഷുഡ് ബി എൻക്ലോസ്ഡ് വിത്ത് എവിഡൻസ്. തീർച്ചയായിട്ടും എല്ലാത്തിനെയും എന്താ പറയാ, അതിനൊക്കെ പറ്റിയ എവിഡൻസും കൂടി അവിടെ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. സോ എന്തൊക്കെ ബില്ലുകൾ അവിടെ ഹോസ്പിറ്റലൈസ് ചെയ്തതിന് ശേഷം പേഷ്യന്റിന് വന്നിട്ടുണ്ടോ, എന്തൊക്കെ ലോസ് അവർക്ക് ആ ഒരു മെഡിക്കൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ലോസുകൾ അവർക്ക് വന്നിട്ടുണ്ടോ, അതൊക്കെ കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഹോസ്പിറ്റലൈസേഷൻ കവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദേ ഹാവ് ടു സബ്മിറ്റ് ദ മെൻഷൻഡ് റിക്വയർഡ് ബിൽ. അതിന് വേണ്ടിയിട്ട് അവർ പറയുന്ന ബില്ലുകളൊക്കെ അവര് സബ്മിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഹോസ്പിറ്റൽസിലെ ചില ഡോക്യുമെന്റ്സ് ആയിരിക്കും ചിലപ്പോൾ കൊടുക്കുക. ഇതെല്ലാം പ്രൊവൈഡ് ചെയ്താൽ അക്കോർഡിംഗ് ടു ഈച്ച് the insurance company will give the compensation. അതിനുള്ള കോമ്പൻസേഷൻസ് എന്ത് ചെയ്യുന്നു, എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യുന്നു ഹോസ്പിറ്റൽസിലെ. അതാണ് ഹോസ്പിറ്റലൈസേഷൻ കവർ എന്ന് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇങ്ങനെ പറയുമ്പോഴും പറയുകയാണ് ഓരോ കവർക്കും, അതായത് ഹോസ്പിറ്റലൈസേഷൻ കവർ ആയിക്കോട്ടെ, ഇനി താഴെ പറയാൻ പോകുന്ന ഏത് തരത്തിലുള്ള ഇൻഷുറൻസ് കവറേജ് കിട്ടുന്നത് ആയിക്കോട്ടെ, ഈച്ച് ആൻഡ് എവറിത്തിങ് ഹാസ് ഇറ്റ്സ് ഓൺ കവറേജ്, എക്സ്ക്ലൂഷൻസ് ആൻഡ് ലിമിറ്റേഷൻസ്. ഓരോ ഇൻഷുറൻസിനും അതിൻ്റെതായ കവറേജ്. ഞാൻ ഇന്നതാ പ്രൊവൈഡ് ചെയ്യുന്നത്, അയ്യോ അവര് മറ്റത് കൊടുക്കുന്നുണ്ടല്ലോ, അവര് ഇന്നതിനുള്ള കവറേജ് കൊടുക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ഒരു ഇൻഷുറൻസ് പദ്ധതിയും മറ്റൊരു ഇൻഷുറൻസ് പദ്ധതിയുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് പോയിട്ട് കാര്യമില്ല. സോ ഏത് ഇൻഷുറൻസ് ആണോ നമ്മൾ എടുക്കുന്നത്, വി ഹാവ് ടു ക്ലിയർലി ഐഡന്റിഫൈ ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. അവര് തരുന്ന അവരുടെ ഇൻഷുറൻസിന്റെ പദ്ധതികളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിച്ചു നോക്കി ബോധ്യപ്പെടുത്തുക എന്നുള്ളത് നമ്മൾക്ക് ഉത്തരവാദിത്വമാണ്. അല്ലാതെ കൊണ്ടുപോയി ഏതെങ്കിലും കൊണ്ടുപോയി തലവെച്ച് കൊടുത്തിട്ട് എനിക്കിത് ഇന്ന കവറേജ് കിട്ടണമെന്ന് പറഞ്ഞ് അവകാശപ്പെട്ട് കഴിഞ്ഞാൽ അവര് അതിനകത്ത് ബാക്കില് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അതിന്റെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് പ്രകാരമുള്ള കോമ്പൻസേഷൻസേ കിട്ടുള്ളൂ. ഇതിനകത്ത് പെടാത്തതൊന്നും അവർ തരില്ല. നമ്മൾ അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. നമ്മളത് വായിക്കാതെ മനസ്സിലാക്കാതെ പോയിട്ട് അതൊക്കെ എടുത്തു, എന്നിട്ട് ആഫ്റ്റർ നമ്മൾ വേറെ ഏതെങ്കിലും ക്ലെയിമുകൾക്ക് അവകാശപ്പെട്ട അത് ഒരു റെസ്പോൺസിബിലിറ്റി അല്ല തരാന്നുള്ളത്. ഓക്കെ, അതാണ് പറയുന്നത്. ഓരോന്നിനും അതിൻ്റെതായ കവറേജ് ഉണ്ട്. ഈ ഹോസ്പിറ്റലൈസേഷൻ കവർ ഇപ്പൊ നമ്മൾ കേട്ടല്ലോ, ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ചെലവുകൾ മാത്രമേ മീറ്റ് ചെയ്യപ്പെടുന്നുള്ളൂ. ക്ലിയർ ആണോ? പറഞ്ഞത് മനസ്സിലായോ?
കാരണം അടുത്തത് പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആകരുത്. എല്ലാത്തിലും ഇൻഷുറൻസും ഉണ്ടെങ്കിൽ എല്ലാത്തിലും ചീട്ടുകളോ എന്നുള്ള ധാരണ വളരെ തെറ്റായിരിക്കും. ഓക്കെ, ഓരോന്നിനും അതിൻ്റെതായ കവറേജ് ആണുള്ളത്. സോ ഫസ്റ്റ് വണ്ണിലെ ഒന്നാമത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിരിക്കുക. ഹോസ്പിറ്റലൈസേഷൻ കവർ പ്രൊവൈഡ്സ് ദ ഇൻഷുർഡ് എ കവർ ഫോർ ഓൾ ദ എക്സ്പെൻസസ് അറൈസിംഗ് ഔട്ട് ഓഫ് ഹോസ്പിറ്റലൈസേഷൻ owing to treatment needed for illness or accident. ഒന്നാമത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അണ്ടർലൈൻ ചെയ്തോ ഉറങ്ങിപ്പോയാ? ഇയറൊക്കെ കഴിഞ്ഞിട്ട് നല്ലൊരു ഇയറാണ്, നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കുക. ഓക്കെ, ഇയറുകൾക്കും നല്ല പ്രശ്നം. നമ്മൾ ആ ഇയറിലൂടെയൊക്കെ കടന്നു പോകുന്ന നമ്മളാണ്. നമ്മൾക്ക് നമ്മളെ നന്നാക്കാനും നമ്മള് നന്നാവാനും നമ്മളെ എനർജറ്റിക് ആക്കാനും നമ്മൾ തന്നെ ഉള്ളൂ. സോ നമ്മൾ തന്നെ സ്വയം എന്താവണം, സ്വയം മോട്ടിവേറ്റഡ് ആണ് അല്ലെ? സെൽഫ് മോട്ടിവേഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ആരും നമ്മളെ മോട്ടിവേറ്റഡ് ആകാനൊന്നും വരില്ല. സോ വി ഹാവ് ടു ബി മോട്ടിവേറ്റഡ് അവർ സെൽഫ്. ഞാൻ തന്നെ പഠിക്കണം, ഞാൻ തന്നെ എനർജറ്റിക് ആയിട്ടിരിക്കണം, ഞാൻ തന്നെ എപ്പോഴും ചരിച്ചെടുത്ത് നിൽക്കണമെന്ന് ചിന്തിച്ചു നോക്കിയേ. അപ്പൊ എല്ലാം ഓക്കെ ആയി, എപ്പോഴും പ്ലസന്റ് ആയിട്ടിരിക്കുക. നത്തിങ് വിൽ ഹാപ്പൻ അല്ലെ? എല്ലാം വരാനുള്ളതൊക്കെ വന്നിട്ട് അങ്ങോട്ട് പോകും. നമ്മളെ സേഫ് ആക്കാനും സന്തോഷമാക്കാനും നമ്മളൊക്കെ ശ്രമിക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ. അപ്പൊ നടന്ന കഴിഞ്ഞാൽ മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? നിങ്ങളൊക്കെ ഇനി ഇതൊക്കെ കഴിഞ്ഞ് ഈ ജോലിയൊക്കെ കിട്ടി എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കുമ്പോ ഒരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് ആരുടെയെങ്കിലും നമ്മുടെ കയ്യിലേക്ക് എത്തും. ടീച്ചർ ഞാൻ ഇന്നത് പഠിച്ചത് കൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞു പുറത്തൊക്കെ എവിടെയെങ്കിലൊക്കെ ആയിരുന്നു എന്ന് കേൾക്കാനായിട്ട് ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കും. സന്തോഷമാണ്. നമ്മൾ പഠിപ്പിച്ച കുട്ടികളൊക്കെ പുറത്തൊക്കെ എവിടെയെങ്കിലും ഒക്കെ ജോലി ചെയ്യുന്നു, അവർക്ക് ജോലി കിട്ടി എന്നൊക്കെ പറയുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടാ. അപ്പൊ അതൊക്കെ കേൾക്കാനും വേണ്ടിയിട്ടൊക്കെ നമ്മളിങ്ങനെ കാത്തിരിക്കും. ഒത്തിരി കുട്ടികളൊക്കെ നമ്മളിങ്ങനെ പഠിപ്പിച്ചു വിട്ടിട്ടുണ്ട്, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും ഡിഗ്രിയോ പിജിയോ ഒക്കെ. അപ്പൊ അവരൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോ ഓരോ സ്ഥലത്ത് ഓരോ പൊസിഷനിലായിരിക്കുമ്പോ നമ്മൾ വിളിച്ചിട്ട് പറയുന്നത് എനിക്ക് ഇന്ന സ്ഥലത്ത് ജോലി ചെയ്തിട്ട് ടീച്ചറെ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് വലിയ സന്തോഷം ഉണ്ടാവും. നിങ്ങൾ അതുപോലെയൊക്കെ പറഞ്ഞു കേൾക്കാനൊക്കെ ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഉണർത്തനം ഉച്ച സമയമായതുകൊണ്ട് ഉറങ്ങിപ്പോകരുത് എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അത് ഞാൻ രണ്ടാമത്തേക്ക് പോവാണ്. ഹോസ്പിറ്റൽ ക്യാഷ് കവർ. അപ്പൊ ഇപ്പൊ ഹോസ്പിറ്റലൈസേഷൻ കവർ നമ്മൾ പറഞ്ഞല്ലോ. അതായത് when the patient is admitted in the hospital, whatever expenses are met, എന്തൊക്കെ ചെലവുകൾ അവിടെ മീറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ ഇതിന്റെയൊക്കെ കവറേജ് will be provided by the insurance company. അത് നമ്മൾ പറഞ്ഞു അല്ലെ? ഇനി രണ്ടാമത്തേത് ഹോസ്പിറ്റൽ ക്യാഷ് കവർ ആണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? നമുക്കറിയാം ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിയുമ്പോൾ ഹോസ്പിറ്റലൈസേഷൻ കവർ കിട്ടുന്നു. അത് ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞു. അവിടെ വരുന്ന മെഡിക്കൽ ട്രീറ്റ്മെന്റുകൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ എക്സ്പെൻസസും ഇൻഷുറൻസ് കമ്പനി ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ see there are some extra expenses which is not in the nature of medical നേച്ചറിലല്ലാത്ത, അതായത് നമുക്ക് എന്താ നേരിട്ട് ആ രോഗിയുടെ ചികിത്സയുമായിട്ട് ബന്ധമല്ലാത്ത ചില ചെലവുകളും ഒരു രോഗിക്ക് വേണ്ടി ചെലവാകുന്നില്ലേ എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. That means, for example, we have to shift the patient from the place of accident or from the place of disease. എവിടെ നിന്നാണോ ആൾക്ക് രോഗം വന്നേ, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് അല്ലെങ്കിൽ ഏത് സ്ഥലത്ത് വെച്ചിട്ടാണോ രോഗം വന്നേ, ആക്സിഡന്റ് വന്നേ. So we have to shift the patient into the hospital അല്ലെ? ചിലപ്പോൾ അകലെയുള്ള ഹോസ്പിറ്റൽസിലേക്ക് ചിലപ്പോൾ നമുക്ക് അവിടെ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോ വലിയ ആക്സിഡന്റ് ഒക്കെ വരികയാണെങ്കിൽ അടുത്തുള്ള ഹോസ്പിറ്റൽ നമ്മൾ കൊണ്ടുപോയി എവിടെ എടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കൊണ്ടുപോകണം ദൂരേക്ക്. കുറച്ചും കൂടി ഫെസിലിറ്റീസും മറ്റു കാര്യങ്ങളൊക്കെ കൂടുതലുള്ള സ്ഥലത്തേക്ക് നമ്മൾ ആളെ കൊണ്ടുപോകും. സോ ഇറ്റ് വിൽ ടേക്ക് സം ടൈം ആൻഡ് ഓൾസോ ഇറ്റ് വിൽ ബെയർ സം മോർ ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസസ്. ആളെ അവിടെ നിന്ന് ഇന്നൊരു സ്ഥലത്തേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് ഒരുപാട് ട്രാവലിംഗ് ചാർജസ് കൂടി വരുന്നുണ്ട്. സോ ഹു വിൽ മീറ്റ് ഇറ്റ്? അതാരും മീറ്റ് ചെയ്യണം. കാരണം ചില ആളുകൾ നമുക്കറിയാം എല്ലാവർക്കും ഇതിനുള്ള കാശൊന്നും എല്ലാവരുടെയും കയ്യിലില്ല. ഇങ്ങനെയുള്ള ചെലവുകൾ കൂടി മീറ്റ് ചെയ്യണം. കാരണം എനിക്ക് അതുകൂടി പ്രൊവൈഡ് ചെയ്യാനുള്ള കെൽപ്പില്ല. സോ ഐ ആം ഇൻഷുർഡ്. ഞാൻ അതുകൊണ്ടാണ് ഞാനൊരു ഇൻഷുറൻസ് ഇങ്ങനത്തെ എടുത്തിരിക്കുന്നത്. ഹോസ്പിറ്റൽ ക്യാഷ് കവറിൽ ഈ പേഷ്യന്റിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നത് ആൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട ഫുഡ്, അതായത് ഡയറ്റ് ഫോളോ ചെയ്തുള്ള ഫുഡുകൾ. അപ്പൊ നമ്മൾ ഒരു നേരത്തെ ഫുഡ് കൊടുക്കാനാണ് എത്ര പറ്റി ചിലവ് 50 രൂപ കാശ്. പക്ഷേ സം പേഷ്യൻസ് നീഡ് ദ സ്പെഷ്യൽ ഫുഡ് വിച്ച് ഈസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ ഡയറ്റീഷ്യൻ. ഡയറ്റീഷ്യൻ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഫുഡ് തന്നെ ചിലർക്ക് കൊടുക്കേണ്ടി വരും. സോ ഇറ്റ് വിൽ ബി എക്സ്പെൻസീവ്. ചിലപ്പോൾ അത് കുറച്ച് എക്സ്പെൻസീവ് ആകും. അത് ഒരു ദിവസത്തെ അല്ല, അത് 10 ദിവസത്തെ ആകുമ്പോഴോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ദിവസത്തേക്ക് ഇത്ര രൂപ ചിലവായി. അങ്ങനെയാണെങ്കിൽ ഒരു 10 days ആണ് ഹോസ്പിറ്റലൈസ്ഡ് ആയി ഈ ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്യുന്ന ഫുഡ് തന്നെ പ്രൊവൈഡ് ചെയ്യും. അതുപോലും ബെയർ ചെയ്യാൻ പറ്റാത്ത, അതുപോലും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒത്തിരി ആളുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഏത് ഒരു ക്യാഷ് കവർ ആണ് നമുക്ക്
ആൾക്കാർക്ക് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പറയുന്നത് ഏതാണ്? ഹോസ്പിറ്റൽ ക്യാഷ് കവർ ആണ്. അപ്പോ ഈ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള എക്സ്പെൻസസിന് പുറമെ നോൺ മെഡിക്കൽ നേച്ചറിലുള്ള എക്സ്പെൻസസ് കൂടി മീറ്റ് ചെയ്യുന്ന ഒരു സ്കീമാണ് ഏത്? ഹോസ്പിറ്റൽ ക്യാഷ് കവർ എന്ന് പറയുന്ന ഹെൽത്ത് ഇൻഷുറൻസ്. ക്ലിയർ ആയോ? അതിന്റെ എക്സാമ്പിൾസ് പറയുന്നുണ്ട്. ട്രാവലിംഗ് ടു ആൻഡ് ഫ്രം ദ ഹോസ്പിറ്റൽ, സ്റ്റേ ആൻഡ് ഓൾസോ സ്പെഷ്യൽ ഡയറ്ററി ഫുഡ് എക്സ്പെൻസസ്. ഓക്കെ, ക്ലിയർ ആണോ? ഹോസ്പിറ്റൽ ക്യാഷ് കവർ, ഹോസ്പിറ്റലൈസേഷൻ ക്യാഷിന്റെ പുറമെ നോൺ മെഡിക്കൽ എക്സ്പെൻസസ് ആയിട്ടുള്ള ഈ പറയുന്ന സാധനങ്ങൾ, ട്രാവലിംഗ്, പിന്നെന്താ സ്റ്റേ, പിന്നെ ഡയറ്ററി ഫുഡ്, ഇതൊന്നും രോഗത്തിന് നേരിട്ട് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ളതല്ലാന്ന് അറിയാലോ. രോഗിനെ അവിടെ എത്തിക്കണം, എന്നാലേ രോഗത്തിന് ചികിത്സ കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ അത് മെഡിക്കൽ നേച്ചർ അല്ല, ആ രോഗത്തിന് കൊടുക്കുന്ന ചികിത്സയുടെ ഭാഗമല്ല. പക്ഷെ എങ്കിലും അവിടെ ചെലവ് തന്നെയുണ്ട്. ഓക്കെ, ഒരു കാറ് വിളിച്ചു ആളെ കൊണ്ടുപോയി ഹോസ്പിറ്റൽസിലേക്ക് കൊണ്ടുപോയി, ദൂരേക്കാണ്, ചിലപ്പോൾ കുറച്ച് അടുത്ത ഡിസ്ട്രിക്റ്റിലേക്കാണ് കൊണ്ടുപോയത്. അപ്പൊ അടുത്ത ഡിസ്ട്രിക്റ്റിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ്. കാരണം ക്യാബിനോ എന്താണ് നമ്മൾ വിളിച്ച് ആ വണ്ടിക്ക് നമ്മൾ കാശ് കൊടുക്കാൻ 2500-3000 കൊടുക്കേണ്ടി വരും. ചിലർക്ക് അതുപോലും പ്രൊവൈഡ് ചെയ്യാനില്ല. കാരണം അവരിങ്ങനെ ചിലപ്പോ എന്താ പറയാ, അങ്ങനത്തെ ആൾക്കാര് ചിലപ്പോ ആവറേജ് ഇൻകം ആയിട്ടുള്ള ആൾക്കാർ തട്ടിയും മുട്ടിയും ഓരോ ദിവസത്തെ ചെലവുകൾ മീറ്റ് ചെയ്ത് പോകുക. എത്ര വലിയ സമ്പാദ്യമോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ വരുമെന്ന് വിചാരിച്ച് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് വലിയ എമൗണ്ട് എവിടെയെങ്കിലും ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് ആയിട്ടോ ഒന്നും ഇട്ട് വെച്ചിട്ടില്ല. സോ അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ they cannot bear, അവർക്ക് അതൊന്നും അഫോർഡ് ചെയ്യാനോ ബെയർ ചെയ്യാനോ പറ്റില്ല. സോ അങ്ങനെയുള്ളവർക്ക് പറ്റിയ ഒരു ഇൻഷുറൻസ് ആണ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ഹോസ്പിറ്റൽ ക്യാഷ് കവർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഒന്നാമത്തെ സെന്റൻസും അതിനകത്തെ ആ എക്സാമ്പിൾ എന്ന് പറഞ്ഞേക്കുന്നത് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഒന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. കൂടാതെ ഫോർ എക്സാമ്പിൾ എക്സ്പെൻസസ് ഡ്യൂ ടു, ആ ഹോസ്പിറ്റൽ ക്യാഷ് കവറിന്റെ എക്സാമ്പിൾസ് ചോദിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ എക്സ്പെൻസസ് ഡ്യൂ ടു ട്രാവലിംഗ് ടു ആൻഡ് ഫ്രം ദ ഹോസ്പിറ്റൽ ഓർ സ്റ്റേ, സ്പെഷ്യൽ ഡയറ്ററി ഫുഡ് എക്സ്പെൻസസ്. അണ്ടർലൈൻ ചെയ്യാമോ? ക്ലിയർ ആണല്ലോ? അടുത്തേക്ക് പോകട്ടെ. യെസ്, ഓക്കെ. നെക്സ്റ്റ് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ ആണ്. അടുത്തത് മറ്റൊരു ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ. ക്രിട്ടിക്കൽ മീൻസ് എന്താ? സീരിയസ് അല്ലെ? സീരിയസ് ആയിട്ടുള്ള ചില ഇൽനെസിന് വേണ്ടിയിട്ട് വരുന്ന കവറേജ് ആണ് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ. ആ വേർഡ് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സീരിയസ് ആയിട്ടുള്ള ചില അസുഖങ്ങൾക്കുള്ള കവറേജ് കൊടുക്കുന്ന പോളിസീസ് ആയിരിക്കാം ഇതിനകത്ത് കവറേജ് വരുന്നത്. അപ്പൊ സോ ദ ഇൻഷുർഡ് ദോസ് ഹു ഹാവ് എനി സീരിയസ് ഓർ ക്രിട്ടിക്കൽ ഇൽനെസ്, അതായത് വളരെ സീരിയസ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ ആയിട്ടുള്ള രോഗങ്ങളും ഉള്ള ആളുകൾക്ക് അങ്ങനെയുള്ള ഇൻഷുറിന് വേണ്ടിയിട്ട് ഉള്ള പോളിസിയാണ് ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസി. സച്ച് ആസ് ക്യാൻസർ, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ, പിന്നെ പാരാലിസിസ്, ഇതുപോലുള്ള രോഗങ്ങൾ. അതാണ് ക്രിട്ടിക്കൽ ഇൽനെസ് എക്സാമ്പിൾസ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാ? ക്യാൻസർ, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ആൻഡ് പാരാലിസിസ്. ഒരു വശമൊക്കെ മൊത്തത്തിൽ ഇങ്ങനെ തളർന്നു പോകുക, ഒരു വശമല്ല, ചിലപ്പോൾ ചില ആളുകൾക്ക് ഇങ്ങനെ സംസാരം പോലും ഇല്ലാതെ ഇങ്ങനെ മൊത്തത്തിൽ തളർന്നൊക്കെ പോകും. സോ ഇറ്റ് നീഡ് പ്രൊലോങ്ഡ് റിക്കവറി. തീർച്ചയായിട്ടും അത്തരം രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇന്ന് അസുഖം വന്നു നാളെ മാറുന്ന രോഗങ്ങളല്ല. ചിലപ്പോൾ ചില പനി ചുമയൊക്കെ വരുമ്പോൾ ഒരാഴ്ചക്കൊക്കെ ഉള്ളൂ ആ രോഗം എന്നൊക്കെ പറയുന്നത്. പക്ഷേ ചില അസുഖങ്ങൾ ഒരു പ്രൊലോങ്ഡ് റിക്കവറി ആവശ്യമുള്ള അസുഖങ്ങൾ വരുന്നുണ്ട്. ക്യാൻസർ ഒക്കെ പെട്ടെന്ന് മാറുന്ന അസുഖങ്ങളല്ല. അതിന് എന്താ പറയാ, ഹോസ്പിറ്റലൈസ്ഡ് ആയി കുറച്ച് ദിവസമൊക്കെ കിടന്നു, നമ്മൾ ചികിത്സിച്ചു, പിന്നെ വീട്ടിൽ പോയി. പിന്നെ ഇടയ്ക്ക് വന്ന് നമ്മൾ ചെക്കപ്പിനോ വല്ല കാര്യങ്ങളോ ഡയാലിസിസ് ഒക്കെ നടത്താനൊക്കെ ചില ആൾക്കാർക്കൊക്കെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ പോകേണ്ടി വരും അല്ലെ ഹോസ്പിറ്റൽസിൽ. അതുപോലെ തന്നെ തെറാപ്പീസ് ഒക്കെ ചെയ്യണമെങ്കിൽ ഇപ്പൊ ക്യാൻസർ ഒക്കെ ആണെങ്കിൽ തെറാപ്പീസിലൊക്കെ വീണ്ടും ഒക്കെ പോകേണ്ടി വരും. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന ഇൻസിഡന്റ് എക്സ്പെൻസുകൾ കൂടി കവറേജ് കൊടുക്കുന്നുണ്ട് ഈ പറയുന്ന ക്രിട്ടിക്കൽ ഇൽനെസ് കവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഹോസ്പിറ്റലൈസേഷന് കൂടാതെ ചെലവുകളും കൂടാതെ വരുന്ന ഇൻസിഡന്റൽ എക്സ്പെൻസ് എന്ന് വെച്ചാൽ അതിന്റെ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുന്നു. അപ്പൊ അതിന് വരുന്ന ചാർജസ്, ചിലപ്പോൾ എന്താ പറയാ സെൽഫായിട്ട് പോകാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ വണ്ടിയൊക്കെ വിളിച്ച് അവരെ കൊണ്ടുപോകേണ്ടി വരികയാണെങ്കിൽ അങ്ങനെ വരുന്ന ചാർജസ്, and also the possible loss of income and also the structural change in the family. അതായത് ഈ പറയുന്ന ആൾക്ക് ആളുടെ വരുമാന നഷ്ടം ഒരു വീടിനെ എത്ര കണ്ട് ബാധിക്കുമോ നമുക്കറിയാം. ചില വീടുകളിൽ ചിലപ്പോൾ ആ ആളായിരുന്നു അവിടുത്തെ ഇൻകംഡ് ആയിട്ടുള്ള ആള്, അതായത് വരുമാന മാർഗം ആ ഒരു ഏക ആശ്രയമായിരുന്നു എന്ന് വിചാരിക്കാം. അങ്ങനെയുള്ള ഒരാള് എന്തെങ്കിലും അസുഖം വന്നു, ഹോസ്പിറ്റലൈസ്ഡ് ആയി, ഇതുപോലെയുള്ള ഒരു ക്രിട്ടിക്കൽ ഇൽനെസ് ആണ് വന്നത്. ഉദാഹരണത്തിന് എനിക്ക് വിചാരിക്കും ഞാൻ ആണ് എന്റെ വീട്ടിലെ ഒരു എന്താ പറയാ ഒരു വൺ ആൻഡ് ഓൺലി ഇൻകം ഏർണിംഗ് മെമ്പർ ഓഫ് ദ ഫാമിലി എന്ന് വിചാരിക്കും. എന്റെ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഒരു ഇൻകം ഉള്ള ആള്.
എനിക്ക് എന്തെങ്കിലും അസുഖം വന്നു, ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയി, ഇതുപോലുള്ള എന്തെങ്കിലും അസുഖമാണ്, ഒരു പ്രൊലോങ്ഡ് റിക്കവറി ആവശ്യമുള്ള ഒരു അസുഖമുള്ള ആളായി മാറി വിചാരിക്കുക. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്ക് ഹോസ്പിറ്റലൈസ്ഡ് 2-3 ദിവസമൊക്കെ കിടന്നു, പിന്നെ കുറച്ച് ദിവസം അവിടെ കണ്ടിട്ട് ആ ഒരു എന്താ പറയാ സ്റ്റേജ് അല്ലെങ്കിൽ റിക്കവറി ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ അവര് എന്താ പറയാ സ്റ്റേബിൾ ആയി കഴിയുമ്പോൾ നമ്മൾ അവര് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വിട്ടിട്ട് മരുന്നൊക്കെ അവിടെ പോയിട്ട് ശരിയായിട്ട് കഴിച്ചോളാൻ പറയും അല്ലെ. ഇത്രയും ദിവസമൊക്കെ നമുക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആയ അതിന്റെ ചെലവുകളും കൂടുതലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പോയിട്ട് നമ്മള് ശരിയാക്കി ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് നിങ്ങളുടെ മെഡിസിൻസ് ഒക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിടും. പക്ഷെ എങ്കിലും അവർ പറയും ഇത്ര ദിവസത്തിനുള്ളിൽ വന്നിട്ട് നമുക്ക് എന്താ പറയാ ഫോളോ അപ്പിന് വേണ്ടിയിട്ട് അത് വരണമെന്നൊക്കെ നമ്മൾ നിർദ്ദേശിക്കും. അപ്പൊ നമ്മൾ അങ്ങനെ പോകുന്നു. അപ്പൊ നോക്കിയാൽ ഒത്തിരി കാശ് നമുക്ക് അതിന് വേണ്ടിയിട്ട് വരുന്നത്, അങ്ങനെയുള്ള ഇൻസിഡന്റൽ എക്സ്പെൻസും കൂടാതെ ഞാൻ അത്രയും ദിവസം എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. സോ ദാറ്റ് there will be a loss of income to my family. തീർച്ചയായിട്ടും എന്റെ വരുമാന നഷ്ടം അല്ലെങ്കിൽ എന്റെ വരുമാനത്തിന്റെ കുറവ് എന്റെ ഫാമിലിയുടെ സ്ട്രക്ചറിനെ തന്നെ ബാധിക്കും. ബിക്കോസ് ഇഫ് there is no one, anyone അല്ലെ, മറ്റാരും തന്നെ എന്റെ വീട്ടില് ഇൻകം ഏൺ ചെയ്യുന്ന ആളില്ല. എന്റെ ഒരു അസുഖം കൊണ്ട് എന്ത് പറ്റി, എന്റെ ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്റെ വീടിന്റെ ആകെ ഗതിയാകെ മാറ്റിമറിക്കും. അപ്പൊ അങ്ങനെ ആ ഫാമിലിനെ കൂടി സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ക്രിട്ടിക്കൽ ഇൽനെസ് കവറിൽ കൊടുക്കുന്നതാണ് ഇൻഷുറർ. മനസ്സിലായോ? അപ്പൊ ഫാമിലിക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ, കാരണം ഏക വരുമാന മാർഗമായ ആളാണ് ഇങ്ങനെ കിടപ്പിലായേക്കണേ അല്ലെങ്കിൽ രോഗിയായേക്കണേ. സോ ആൾക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, അപ്പൊ ഒരു ഇൻകം അവിടുത്തെ ആളുടെ ഇല്ലാതായി. അപ്പൊ അത് അവിടെയുള്ള ബാക്കിയുള്ള മെമ്പേഴ്സിനെ, കാരണം എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്റെ ഫാമിലി ബാക്കിയുള്ളവരുണ്ട്. അപ്പൊ അവർക്ക് എന്താ പറയാ, ഒരു മനുഷ്യന് ഒരു ദിവസം ഒരു വ്യക്തിക്ക് ആവറേജ് എത്ര രൂപ വേണ്ടി വരും ഒരു ദിവസം ജീവിക്കാനെന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെയാണെങ്കിൽ എത്ര മെമ്പേഴ്സ് ആ ഫാമിലിയിലുണ്ടോ അവരുടെ എല്ലാം കാര്യങ്ങൾ ആകെ താറുമാറാകും. സോ അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതും ക്രിട്ടിക്കൽ ഇൽനെസ് കവർ കൊടുക്കുന്നുണ്ട്. മനസ്സിലായോ? ക്ലിയർ ആയോ എന്താണ് പറഞ്ഞതെന്ന്? അതൊന്ന് അണ്ടർലൈൻ ചെയ്യണം. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യേണ്ടത് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് എക്സെട്ര എന്ന് വരെ അണ്ടർലൈൻ ചെയ്താൽ മതി. Critical illness policy is a benefit cover that covers the insured for any serious or critical illness such as cancer, paralysis, major organ transplantation, etc. അവിടെ വരെ മതി. Okay, കൂടാതെ some grave illness may need prolonged recovery which require additional costs such as incidental expenses, possible loss of income and structural changes in the family. അതുകൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. അതായത് ക്രിട്ടിക്കൽ ഇൽനെസ് കവറിൽ കിട്ടുന്ന അഡീഷണൽ കോസ്റ്റുകൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഇൻസിഡന്റൽ എക്സ്പെൻസ്, പോസിബിൾ ലോസ് ഓഫ് ഇൻകം ഒക്കെ നമ്മുടെ എന്താ പറയാ ഫാമിലി ഇൻകത്തിനെ തന്നെ കറക്റ്റായിട്ട് അത് ബാധിക്കും. ആ ഒരു വ്യക്തി അങ്ങനെ ജോലിക്ക് പോകാതെയൊക്കെ ആയി കഴിയുമ്പോൾ. ക്ലിയർ ആണല്ലോ? അണ്ടർലൈൻ ചെയ്തോ? ആൻഡ് മൂവിംഗ് ടു ദ നെക്സ്റ്റ് പോയിന്റ്, അടുത്ത പോയിന്റിലേക്ക് പോകാൻ. പേഴ്സണൽ ആക്സിഡന്റ് കവർ. അതും ആ വേർഡ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആക്സിഡന്റുകൾ നടന്നാൽ മാത്രം കിട്ടുന്ന കവറേജ് ഉള്ള പോളിസിയാണ് ആക്സിഡന്റ് പോളിസി, വിച്ച് കവേഴ്സ് ദ ഇൻഷുർഡ് ഫോർ ദ എക്സ്പെൻസസ് ഡ്യൂ ടു എനി ആക്സിഡന്റ്. ഏതെങ്കിലും രീതിയിലുള്ള ആക്സിഡന്റുകൾക്ക് നടന്നാൽ മാത്രം കിട്ടുന്ന പോളിസി കവറേജ് ആണ് ഏതിലുള്ളത്? പേഴ്സണൽ ആക്സിഡന്റ് കവറിലുള്ളത്. ആൻഡ് ഓൾസോ ഇറ്റ് വിൽ ബി പ്രൊവൈഡഡ് ഇൻ ലംസം. അത് ഒറ്റ തുകയായിട്ടായിരിക്കും കൊടുക്കുക അക്കോർഡിംഗ് ടു ദ ഡിഗ്രി ഓഫ് ഇഞ്ചുറി ഓർ ഡെത്ത്. ഒരു ഇതുപോലെ ആക്സിഡന്റ് വരുമ്പോൾ ആ ആക്സിഡന്റിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട്, ആ ആക്സിഡന്റ് കൊണ്ടുണ്ടായ ഇഞ്ചുറി, ആ ഒരു മുറിവ് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ ഇഞ്ചുറി, ആ ഇഞ്ചുറിന്റെ ആഘാതമൊക്കെ മനസ്സിലാക്കി എത്രത്തോളം ഉണ്ട് അതിന്റെ അസസ്മെന്റ് ഒക്കെ നടത്തി, വാല്യുവേഷൻ ഒക്കെ നടത്തി, അല്ലെങ്കിൽ മരണമാണെങ്കിൽ മരണത്തിന് എത്ര എമൗണ്ട് കൊടുക്കണമെന്ന് വാല്യൂ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് കവറേജ് ഒരു ലംസം എമൗണ്ട് ആയിട്ട് കൊടുക്കുക. ലംസം മീൻസ് ഒറ്റത്തുകയായിട്ട് ഒറ്റയടിക്ക് ഒറ്റ എമൗണ്ട് ആയിട്ട്. ഇപ്പൊ 1 ലക്ഷത്തിന്റെ പോളിസിയാണ് എടുത്തിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുന്നു, ആ പേഴ്സണൽ ആക്സിഡന്റ് കവർ പ്രകാരം ആ വർഷം എന്താ പറയാ കംപ്ലീറ്റ് ചെയ്തത് ഒരാൾക്ക് ഒരു എ എന്ന് പറയുന്ന ഒരാള് ആണെന്ന് വിചാരിക്കും, ഇമാജിൻ ചെയ്യാം. ആൾക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി, അതിൽ ആളുടെ ഇഞ്ചുറിയുടെ അളവും കാര്യവും മനസ്സിലാക്കി ഹോസ്പിറ്റലൈസേഷൻ ചെലവുകളൊക്കെ നോക്കി, അപ്പൊ എത്രയുണ്ടെന്ന് നോക്കിയിട്ട് അതിന്റെ ഒരു വാല്യുവേഷൻ ഉണ്ട്. ഇൻഷുറൻസിന്റെ കമ്പനിക്കാർ അതിനൊരു വാല്യൂ ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ ഒക്കെ ഉണ്ട്. ആ ഇക്വേഷൻ പ്രകാരമൊക്കെ അവരത് വാല്യൂ ചെയ്ത് നോക്കി അതിനവര് കൺസിഡർ ചെയ്യുന്നത് സം അഷ്വേർഡ്, എത്ര രൂപയുടെ പോളിസി ആണെന്ന് നോക്കും, അതിന്റെ എന്താ പറയാ ടൈം ഡ്യൂറേഷൻ ഒക്കെ നോക്കും. ഇതെല്ലാം നോക്കിയിട്ടുള്ള വാല്യൂ ചെയ്തിട്ടായിരിക്കും ഇൻഷുറൻസ് കമ്പനി അവരൊറ്റ തുക പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ആക്സിഡന്റുകൾക്ക് മാത്രമേ അത് പ്രൊവൈഡ് ചെയ്യുള്ളൂ എന്നുള്ളത് അതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പൊ ആ ഒരു ഒന്നാമത്തെ സെന്റൻസ് ഒന്ന് മാർക്ക് ചെയ്തേക്കാം കേട്ടോ. ഒന്നാമത്തെ സെന്റൻസ്, പേഴ്സണൽ ആക്സിഡന്റ് കവർ പോളിസി covers the insured for expenses liable to be paid only on account of any accident. അണ്ടർലൈൻ ചെയ്തോ?
ഓക്കെ. ആൻഡ് ദ നെക്സ്റ്റ് വൺ, അടുത്തത് ടോപ്പ് അപ്പ് കവറാണ്. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ടോപ്പ് അപ്പ് കവറാണ്. എന്താണ് ടോപ്പ് അപ്പ് കവർ എന്ന് പറയുന്നത്? അതായത് നമ്മൾ പണ്ടൊക്കെ മൊബൈലുകളൊക്കെ ചാർജ് തീർന്നേക്കും, അതായത് കോളിംഗ് ചാർജസ് ഒക്കെ തീർന്നേക്കും നമ്മൾ 10 രൂപയ്ക്ക് 20 രൂപയ്ക്ക് 50 രൂപയ്ക്കൊക്കെ ടോപ്പ് അപ്പ് ചെയ്യുന്നൊക്കെ ഇരട്ടി ടോപ്പ് അപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ, അതായത് നിലവിലുള്ള നമ്മുടെ പ്ലാനിനെ ബ്രേക്ക് ചെയ്യാതെ ഒരു ഇത്ര രൂപയുടെ പ്ലാൻ എടുത്തു, നമ്മളൊരു സിം ഒക്കെ പുതിയതായിട്ട് എടുക്കുമ്പോൾ ഇത്ര രൂപയ്ക്കാണ് ആ സിം എടുക്കുന്നത്. ദാറ്റ് മീൻസ് നമ്മൾ ആ ഒരു പ്ലാൻ നമ്മൾ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഇതിന്റെ വോഡാഫോണോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, എയർടെൽ എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പൊ അതിന്റെ ഒരു പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ ആ പ്ലാനിൽ നമ്മൾ കോൾ ചാർജസ് കയറ്റി കഴിഞ്ഞാൽ അത് തീരുമ്പോ അടുത്തത് പുതിയത് ടോപ്പ് അപ്പ് ചെയ്തുകൊണ്ടിരിക്കും. പണ്ടൊക്കെ അങ്ങനെയാണ്, 100 രൂപയ്ക്ക് 50 രൂപയ്ക്ക് 10 രൂപയ്ക്കൊക്കെ ടോപ്പ് അപ്പ് ചെയ്യാമായിരുന്നു. എന്നിട്ട് ആ 10 രൂപയ്ക്കൊക്കെ ടോപ്പ് അപ്പ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു 8.9 അത്രയും രൂപയ്ക്കൊക്കെ വിളിക്കാൻ പറ്റും. 8 രൂപ 90 പൈസക്കൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റും. അത് വിളിച്ച് ഓരോ പ്രാവശ്യം വിളിക്കുമ്പോഴും ആ ഡ്യൂറേഷൻ അനുസരിച്ച് ആ വിളിയുടെ കോൾ ചാർജസ് ഇങ്ങനെ കുറഞ്ഞു വരും. കുറഞ്ഞത് 0യിലേക്ക് വരും. അപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും? അടുത്തത് നെക്സ്റ്റ് നമ്മൾ ടോപ്പ് അപ്പ് ചെയ്യും. അതിന് പറയുന്ന പേര് അതായിരുന്നു, ടോപ്പ് അപ്പ് ചെയ്യാന്നാണ് പറയുക. അപ്പൊ അടുത്തത് നമ്മൾ ചാർജ് ചെയ്യും. അപ്പൊ ടോപ്പ് അപ്പ് ചെയ്യും. എന്താണുള്ളത്? ആ വാലിഡിറ്റിയിൽ നിന്നുകൊണ്ട്, അതായത് നമ്മൾ എടുത്തിരിക്കുന്ന ആ പ്ലാനിനകത്ത് നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കുറച്ചുകൂടി പൈസ കൂട്ടുന്നു, കയറ്റുന്നു. എന്തിനു വേണ്ടിയിട്ട്? നമുക്ക് അടുത്ത കോൾ വിളിക്കണമെങ്കിൽ ഇനി അത് കേൾക്കാതെ നിവർത്തിയില്ലാത്തത് കൊണ്ടാണ്. ഓക്കെ. അറ്റ് ദ സെയിം വേ അതേ കാര്യം തന്നെയാണ് ഇവിടെ വരുന്നത്. എന്ത്? ടോപ്പ് അപ്പ് പോളിസി ഉണ്ട്. ഡ്യൂ ടു എനി എക്സോസ്റ്റഡ് പോളിസീസ്, നമ്മൾ എടുത്തിരിക്കുന്ന ഏതെങ്കിലും കറന്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലൈസേഷൻ പോളിസിയിൽ, നമ്മളിപ്പോ ഹോസ്പിറ്റലൈസേഷൻ കവറോ ഏതെങ്കിലും ഒരു പോളിസി എടുക്കുന്നുണ്ട്, ആ പോളിസി എടുക്കുമ്പോൾ വെൻ ഇറ്റ് കംസ് എക്സോസ്റ്റഡ് എന്ന് വെച്ചാൽ അത് തീർന്നു പോകുക, ആ പോളിസിയിൽ പറഞ്ഞിരിക്കുന്ന സം അഷ്യൂർഡിന്റെ വാല്യൂ തീർന്നു പോയി കഴിഞ്ഞാൽ ഇതെങ്ങനെ തീർന്നു പോകും? വീണ്ടും ഞാൻ ഉദാഹരണം പറയാം. ഇപ്പൊ ഉദാഹരണത്തിന് ഞാനൊരു പോളിസി എടുത്തിരിക്കുകയാണ്, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തിരിക്കുകയാണ്. ടോപ്പ് അപ്പ് കവർ എന്ന ആ പോളിസിയാണ് ഞാൻ എടുത്തിരിക്കുന്നതെങ്കിൽ, ആ പോളിസി എടുത്തിരിക്കുമ്പോൾ അതിനകത്തൊരു സം അഷ്യൂർഡ് ഉണ്ട്. ഒരു സം അഷ്യൂർഡ് 1 ലക്ഷം രൂപ, അതായത് വർഷത്തില് 1 വർഷം രൂപ, വർഷത്തില് 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 50,000 രൂപ എനിക്ക് കവറേജ് കിട്ടും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോളിസിയാണെന്ന് വിചാരിക്കാം. അങ്ങനെ ആ പോളിസി എടുക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നു? ആ പോളിസിയുടെ എമൗണ്ട് എന്റെ കയ്യിൽ ഞാൻ എടുത്തിരിക്കുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ, ഒരു 2-3 മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അസുഖം വന്നു. ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിപ്പോയി. ആ ഹോസ്പിറ്റലൈസേഷൻ സമയത്ത് എനിക്ക് 50,000 രൂപയുടെ പോളിസിയാണ് ഞാൻ എടുത്തിരുന്നത്. സമ്മർഷയുടെ അത്രയാണ്. എനിക്ക് അതിനകത്ത് പൈസ മുഴുവൻ തീർന്നുപോയി. ദാറ്റ് മീൻസ് 50,000 എനിക്ക് വേണ്ടി ഇൻഷുറൻസ് കമ്പനി തന്നു. ആ പൈസ അവിടെ തീർന്നുപോയി. ലാസ്റ്റ് ആയിട്ട് തീർന്നുപോയി. അതിന്റെ വാല്യൂ തീർന്നു എന്നല്ല, അത് ഉപയോഗിച്ച് തീർന്നുപോയി. മീൻസ് എനിക്ക് ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ പൈസയൊക്കെ കമ്പനി എന്ത് ചെയ്തു? അടച്ചു. 50,000 രൂപ സമ്മർഷയോട് തീർന്നു പോയി. ദാറ്റ് മീൻസ് ഇനിയും ബാക്കി വർഷത്തിന്റെ ബാക്കി കണക്കാണ്. ഇൻ ബിറ്റ്വീനിൽ ഇനി എനിക്ക് രോഗം വരാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല. സാധാരണ പോളിസി ആണെങ്കിൽ എന്താ? പോളിസിയുടെ എമൗണ്ട് തീർന്നു, ഇനി എനിക്ക് രോഗം വന്നാൽ കയ്യിൽ നിന്ന് കാശ് എടുത്ത് കൊടുക്കേണ്ടി വരും എന്നാണ് സാധാ പോളിസീസ് ആണെങ്കിൽ പ്രത്യേകത. ഹെൽത്ത് ഇൻഷുറൻസിന്റെ സാധാരണ പദ്ധതികളാണെങ്കിൽ ആ പൈസ തീർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ആ ഇയറിലൊക്കെ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ നമ്മൾ എന്ത് ചെയ്യണം? കയ്യിൽ നിന്ന് കാശ് എടുത്ത് പേയ്മെന്റ് നടത്തി ക്യാഷ് പ്രൊവൈഡ് ചെയ്ത് തന്നെ ട്രീറ്റ്മെന്റ് നമ്മൾ എടുക്കേണ്ടി വരും, ഏത് ഹോസ്പിറ്റലിൽ പോയാലും. അതേസമയം ടോപ്പ് അപ്പ് കവറാണ് നമ്മൾ എടുത്തിരിക്കുന്നതെങ്കിൽ ആ എമൗണ്ട് എക്സോസ്റ്റഡ് ആയി പോയാലും, ദാറ്റ് മീൻസ് തീർന്നു പോയാലും, ഐ ഹാവ് എ ചാൻസ്, എനിക്കൊരു ചാൻസ് ഉണ്ട് ടു ആഡ് ഓൺ, ടു എക്സ്റ്റെൻഡ് മൈ എക്സിസ്റ്റിംഗ് പോളിസി. എംസി പോളിസിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാനുള്ള ഒരു അഡ്വാൻറ്റേജ് ഈ ഒരു പോളിസി കൊണ്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ ആ സം അഷ്യൂർഡ് തീർന്നു പോയാലും നമുക്ക് എന്ത് ചെയ്യാം? എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ? എക്സ്ട്രാ എക്സ്പെൻസ് കൊടുത്ത് നമുക്ക് അതൊന്ന് ടോപ്പ് അപ്പ് ചെയ്താൽ മതി. എക്സ്ട്രാ എക്സ്പെൻസ് നമുക്ക് അതിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യും. 3 രൂപയും കൂടി നീട്ടി കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ വർഷത്തിന്റെ ബാക്കി ഭാഗം കിടക്കാണല്ലോ. ഇനി നമുക്ക് അസുഖം വരാൻ പാടില്ലെന്നൊന്നുമില്ല, ഹോസ്പിറ്റലൈസ്ഡ് ആകാൻ പാടില്ല എന്നും ഇല്ല. അതുകൊണ്ട് നമുക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഈ ഒരു പോളിസിയിലുള്ളൂ. ഏതിലാണ്? ടോപ്പ് അപ്പ് കവറിന്. അത് മാത്രമേ ഉള്ളൂ. മറ്റ് മുകളിൽ പറഞ്ഞ പോളിസീസിന് പുറമെ മറ്റേതൊക്കെ നമ്മൾ എല്ലാം എടുക്കുന്ന 1 വർഷത്തേക്കാണ്. അടുത്ത വർഷത്തേക്ക് വേണമെങ്കിൽ അത് റിന്യൂ ചെയ്യണം. ഇപ്പൊ ഏതെങ്കിലും ഒരു വർഷം നമ്മളുടെ പോളിസി തീർന്നുപോയി പിന്നെ നമുക്ക് എന്തെങ്കിലും വീണ്ടും ആ വർഷത്തിനുള്ളിൽ തന്നെ വേറെ അസുഖം വന്നാൽ നമ്മൾ ക്യാഷ് പേ ചെയ്ത് തന്നെ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരും. അങ്ങനെയല്ലേ സാധാരണ? ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ അങ്ങനെയാണോ? അല്ല. 1 വർഷത്തിൽ എത്ര പ്രാവശ്യം നമുക്ക് അസുഖങ്ങൾ വന്നാലും ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി പ്രകാരം നമുക്ക് ട്രീറ്റ്മെന്റിനുള്ള പൈസ ഇൻഷുറൻസ് കമ്പനി തരുന്നതാണോ? കേട്ടോ? അങ്ങനെ ആണോ?
അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഇല്ല, കിട്ടില്ല നമുക്ക് അല്ലെ. അപ്പൊ നമുക്ക് കിട്ടണമെങ്കിൽ ഈ ഒരു കവറേജ് ആണ് എടുക്കുന്നതെങ്കിൽ ടോപ്പ് അപ്പ് കവറിന് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് നിലവിൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞു പോയാൽ നമുക്ക് ആ നിലവിലുള്ള പോളിസീനെ പറ്റി നമ്മൾ എക്സ്ട്രാ എക്സ്പെൻസ് മീറ്റ് ചെയ്ത് എന്ത് ചെയ്യാം, നമുക്ക് ടോപ്പ് അപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണ് ഈ ടോപ്പ് അപ്പ് കവർ കൊണ്ടുള്ളത്. ഓക്കെ, അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തെടുക്കുക. എക്സ്റ്റൻഷൻ ഓവർ യുവർ കറന്റ് ഹോസ്പിറ്റലൈസേഷൻ പോളിസി, അതാണ് അതിന്റെ പ്രത്യേകത. 5 മനസ്സിലായോ? ഇപ്പോൾ ഹോസ്പിറ്റലൈസേഷൻ കവർ, ഹോസ്പിറ്റൽ ക്യാഷ് കവർ, ക്രിട്ടിക്കൽ ഇൽനസ് കവർ, പേഴ്സണൽ ആക്സിഡന്റ് കവർ ആൻഡ് ടോപ്പ് അപ്പ് കവർ. ക്ലിയർ ആണോ? ഇത്രയും ആണോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ലല്ലോ, ആരുമില്ല ഇവിടെ. 4-മത്തെയോ പേഴ്സണൽ ആക്സിഡന്റ് പോളിസിയോ? പേഴ്സണൽ ആക്സിഡന്റ് പോളിസി എന്താ? ആക്സിഡന്റിന് മാത്രം കിട്ടുന്ന പോളിസിയാണ്. ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ മാത്രമേ അതിന്റെ എമൗണ്ട് നമുക്ക് കിട്ടുന്നുള്ളൂ. ആൻഡ് ഇറ്റ് വിൽ ബി പ്രൊവൈഡഡ് ഇൻ ലംപ് സം എമൗണ്ട്. അതൊറ്റ തുകയായിട്ട് നമ്മുടെ ആക്സിഡന്റിന്റെ ഇഞ്ചുറിയുടെ വലിപ്പവും അതിന്റെ ഗൗരവവും ഒക്കെ മനസ്സിലാക്കി ആ എമൗണ്ടിന് ഈക്വൽ ആയിട്ടുള്ളത് നമുക്ക് തരുന്നു എന്നുള്ളതാണ് ഇൻഷുറൻസ് കമ്പനി. ഓക്കെ, 9,000 രൂപയുടെ പോളിസി നമ്മൾ എടുത്തിട്ട് നമ്മളുടെ ആ എന്താ പറയാ കവറേജിനകത്ത് ഒതുങ്ങുന്ന രീതിയിലും അതോടൊപ്പം തന്നെ നമ്മുടെ ഡിഗ്രി ഓഫ് ഇഞ്ചുറി, നമ്മളുടെ രോഗത്തിന്റെ ആ ആധിക്യം എത്രത്തോളം ഉണ്ട്. ആക്സിഡന്റുകൾ പല രീതിയിലാണ്. ചിലപ്പോൾ നിസ്സാരമൊന്നും പോകാം, ഭയങ്കര ഗൗരവമേറിയ എന്താ പറയാ ഇഞ്ചുറീസും നമുക്ക് ആക്സിഡന്റ് കൊണ്ട് ഉണ്ടാകാം. അതിന്റെ ആ ഡിഗ്രി ഓഫ് ഇഞ്ചുറി മനസ്സിലാക്കി അല്ലെങ്കിൽ ഡെത്ത് ഏതാണോ അതിന് ഇക്വാലന്റ് ആയിട്ടുള്ള എമൗണ്ട് എന്ത് ചെയ്യുന്നു, ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്നത്. അത് എന്തിനു വേണ്ടി മാത്രമേ പ്രൊവൈഡ് ചെയ്യുള്ളൂ? ആക്സിഡന്റുകൾക്ക് മാത്രമാണ്, മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള രോഗത്തിനല്ല കൊടുക്കുന്നത്. പേഴ്സണൽ ആക്സിഡന്റ് പോളിസി വിൽ ബി പ്രൊവൈഡഡ് ഓൺലി അറ്റ് ദ ടൈം ഓഫ് ആക്സിഡന്റ്. ആക്സിഡന്റിന് മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ക്ലിയർ ആയോ അൻവർ? ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. മിസ് ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. പറയൂ. അപ്പൊ ഈ ടോപ്പ് അപ്പ് കവറിനകത്ത് ഇപ്പം ഒരു വർഷത്തെ പോളിസി ഇപ്പൊ എടുത്തിരിക്കുന്നത്, അപ്പം 2 മാസമൊക്കെ ആയപ്പോഴത്തേന് എമൗണ്ട് തീർന്നു പോയി. അപ്പോ പിന്നെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോ പിന്നെ 1 വർഷത്തേക്ക് തന്നെയാണോ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്? അതോ അതിന്റെ ബാക്കി പീരീഡില് അങ്ങനെയാണോ? നമ്മള് എടുത്ത് ടൈം കഴിഞ്ഞു പോയി, അതായത് നമ്മൾ എടുത്തത് ഇത്ര മാസത്തിനുള്ളിലാണ്, ബാക്കിയുള്ള മാസത്തേക്കാണ്. ബാക്കിയുള്ള മാസത്തേക്ക്, അല്ലാതെ പിന്നെയും 1 വർഷത്തേക്ക് അങ്ങനെയല്ലല്ലോ? അല്ല, ബാക്കിയുള്ള മാസത്തേക്കാണ്. ഓക്കെ, യെസ്. ഇനി നമ്മള് എന്താ പറയാ, നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാമുകള് പലതും പല പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനീസും ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഗവൺമെന്റ് ഓൾസോ പ്രൊവൈഡ്സ് മെനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാംസ്. ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതികൾ പല രീതിയിൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഗവൺമെന്റ് കൊണ്ടുവന്നത് ആരെ സപ്പോർട്ട് ചെയ്യാനായിരിക്കാം? മിക്കവാറും ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാമുകൾ ആര് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിരിക്കാം? പുവർ പീപ്പിൾ അല്ലെ, ബിലോ പോവർട്ടി ലെവൽ, പുവർ പീപ്പിൾ, അങ്ങനെ ചില ആളുകളെ ഉദ്ദേശിച്ചിട്ട്. കാരണം അവർക്ക് ബെറ്റർ ട്രീറ്റ്മെന്റ് കിട്ടാനുള്ള സാധ്യതകൾ കുറവാണ്. കാരണം എന്താ, അവരുടെ കയ്യിൽ അതിനുള്ള ഫണ്ട് ഇല്ല. കാരണം ഇത്തരം ആളുകൾക്ക് നല്ല രീതിയിലുള്ള ഹോസ്പിറ്റൽസിൽ ട്രീറ്റ്മെന്റ് കിട്ടണം, അല്ലെങ്കിൽ വലിയ വലിയ ഓപ്പറേഷൻ സർജറീസിനൊക്കെ വിധേയമാകണമെങ്കിൽ ഹ്യൂജ് എമൗണ്ട് ഷുഡ് ബി ഇൻവെസ്റ്റഡ് അല്ലെ. ഹോസ്പിറ്റൽസിൽ വലിയ എമൗണ്ട് ഇത്ര രൂപയൊക്കെ കെട്ടിവെക്കാൻ പറയുമ്പോൾ അവർ ഹെൽപ്ലെസ് ആണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ബെറ്റർ ട്രീറ്റ്മെന്റ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇത്തരം ഫിക്സ്ഡ് എമൗണ്ട്, ഇത്തരം വലിയ ഇൻവെസ്റ്റ്മെന്റ് ഹോസ്പിറ്റൽസിൽ കെട്ടിവെക്കാൻ പറ്റാത്തത് കൊണ്ട് അവർക്ക് അവരുടെ പ്രിയപ്പെട്ടവരെ ചിലപ്പോൾ എന്ത് ചെയ്യാം, നഷ്ടപ്പെട്ടു എന്നും വരാം. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് അത് വരാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും കുറെ ഇനീഷ്യേഷൻസ് ഒക്കെ ഒത്തിരി ഹെൽത്ത് പ്രോഗ്രാംസ് ഒക്കെ നടപ്പിലാക്കിയിട്ടുണ്ട്. നമ്മൾ കുറച്ചൊക്കെ അങ്ങനത്തെ ഹെൽത്ത് പ്രോഗ്രാംസിനെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആൻഡ് ദ ഫസ്റ്റ് വൺ ഈസ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ്. ആദ്യത്തേത് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. അപ്പൊ ഈ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് SHI എന്നൊക്കെ ബ്രാൻഡിൽ ഡെഗഡാണ്. എല്ലാത്തിന്റെയും ഫുൾ ഫോമും ഷോർട്ട് ഫോമും ഒക്കെ നമ്മൾ പഠിച്ചിരിക്കണം.
SHI, സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ഈ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഇൻഷുറൻസിന്റെ പ്രത്യേകത, ഇതിനകത്തൊരു ഭാഗമാകണമെങ്കിൽ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദിസ് ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാം, ഇത്തരം ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാമിന്റെ ഒരു ഭാഗമാകണമെങ്കിൽ we have to follow or to fulfill the conditions. താഴെ പറയുന്ന 3 കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസിന് വിധേയമാണ് ഈ ഒരു ഇൻഷുറൻസ് പ്രോഗ്രാമിൽ പങ്കെടുക്കുക എന്നുള്ളത്. ഓക്കെ, എന്തൊക്കെയാണ് ആ 3 കണ്ടീഷൻസ്? ഒന്നാമത്, ഇറ്റ് ഈസ് വെരി നെസസറി either by law or by conditions of the employment to participate in this program. അല്ലെ, അതായത് ചില എന്താ പറയാ ജോലികൾ, ചില എംപ്ലോയ്മെന്റുകളുടെ സ്വഭാവ രീതി അനുസരിച്ച്, അതിന്റെ കണ്ടീഷൻസ് അനുസരിച്ച് നിയമപരമായിട്ട് ഈ ഒരു സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഭാഗമായേ തീരൂ, അല്ലെങ്കിൽ അങ്ങനെ ആകണം എന്തായാലും. ഉദാഹരണം പറയാം, അതായത് ചില റിസ്കി ആയിട്ടുള്ള ചില എംപ്ലോയ്മെന്റുകളുണ്ട്. ഉദാഹരണം, ഭയങ്കര ഹൈറ്റിൽ ഒത്തിരി കൺസ്ട്രക്ഷൻ വർക്ക്സ് ഒക്കെ ചെയ്യുന്നവര്, ഒത്തിരി ഹൈറ്റിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അല്ലെ, മൾട്ടി സ്റ്റോറീഡ് ആയിട്ടുള്ള ബിൽഡിങ്സ് ഒക്കെ പണിയുന്നവരില്ലേ, 25 നിലയും ഒക്കെ ചെയ്യുന്നവര്. അപ്പൊ അതിന്റെയൊക്കെ പൊക്കത്തിൽ എപ്പോഴും നിന്ന് ജോലി ചെയ്യുന്നവർക്ക് അവര് എന്താ പറയാ ഏറ്റവും പൊക്കത്തിൽ നിന്നിട്ടാണ് ജോലി ചെയ്യുന്നത്. സോ ഭയങ്കര റിസ്ക് ഫാക്ടേഴ്സ് കൂടുതലുള്ള ഒരു ജോലിയാണ്. ഇലക്ട്രിസിറ്റിയുമായിട്ട് ഡയറക്റ്റ്ലി പണിയെടുക്കുന്ന വർക്കേഴ്സ്, ഓക്കെ, ഇങ്ങനെയുള്ളവര്. പിന്നെ അങ്ങനത്തെ ഒത്തിരി ചില ജോലിയുണ്ട്. ഫാക്ടറി വർക്കേഴ്സ്, ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നവര്, അവിടെ ഉണ്ടാകുന്ന വിഷമയമായിട്ടുള്ള ഒത്തിരി ഫ്യൂംസ്, പുകയൊക്കെ ശ്വസിച്ച് ഇൻഹേൽ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ലങ് പ്രോബ്ലംസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ആണ്. ചില എപ്പോഴും ആക്സിഡന്റുകൾ മീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇത്തരം പെട്ടെന്ന് ചില ഇതുപോലുള്ള രോഗങ്ങൾ പിടിപെടാൻ സാധ്യതകൾ കൂടുതലുള്ള, റിസ്ക് ഫാക്ടേഴ്സ് കൂടുതലുള്ള എംപ്ലോയ്മെന്റുകളുണ്ട്. അപ്പൊ ആ എംപ്ലോയ്മെന്റിന്റെ നിയമം അനുസരിച്ച്, എന്നുവെച്ചാൽ ആ ജോലി നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ വി ഹാവ് ടു ബി ഇൻഷുർഡ്, നമ്മൾ ഇൻഷുർ ചെയ്തിരിക്കണം. അത് നിയമമാണത്, മനസ്സിലായോ? either by law അല്ലെങ്കിൽ കണ്ടീഷൻ ഓഫ് ദ എംപ്ലോയ്മെന്റിന്റെ വ്യവസ്ഥ പ്രകാരം നമ്മൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തിരിക്കണം. അതൊരു കണ്ടീഷൻ. ഓക്കെ, അപ്പൊ ഇന്ന ജോലിയാണ് ഞാൻ ചെയ്യാൻ പോണേ, സോ നിങ്ങൾ ഒരു ഇൻഷുറൻസ് എടുക്കണം തീർച്ചയായിട്ടും. കാരണം എന്താ? കാരണം അവിടെ ഈ ഇത്തരം അസുഖങ്ങളോ ആക്സിഡൻസോ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം. വി ഹാവ് ടു എക്സ്പെക്ട് ഇറ്റ് അല്ലെ, നമ്മൾ പ്രതീക്ഷിക്കണം. പ്രതീക്ഷയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഇൻഷുറൻസ് എടുക്കണം. എനിക്ക് അങ്ങനൊന്നും വരില്ല, ഞാൻ വളരെ ഹെൽത്തി ആണെന്നൊക്കെ വിചാരിച്ച് നമ്മൾ പോകും. ഇത് കുറച്ച് പതുക്കെ നമ്മൾ എന്താ പറയാ, ഈ ഫാക്ടറി വർക്കേഴ്സിന്റെ ഒക്കെ കാര്യങ്ങൾ ഓർക്കുമ്പോ പതുക്കെയാണ് അത് പറ്റിയടിക്ക് കുറെ നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ നമ്മുടെ ബോഡിക്ക് പറ്റും. പക്ഷെ അത് പറ്റാതാകുന്നത് എപ്പോഴോ, ഇതിന് നമ്മൾ കണ്ടിന്യൂസ്ലി എല്ലാ ദിവസവും എടുത്തുകൊണ്ടിരിക്കുമ്പോ ഇൻഹേൽ ചെയ്യുമ്പോ അത് നമ്മുടെ ലങ്സിനെ ശരിയായി ബാധിക്കും. അത് വലിയ ലങ് പ്രോബ്ലംസിനും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾക്കൊക്കെ കാരണമാകാം. സോ അപ്പൊ ഇങ്ങനെയുള്ള ഇൻഷുറൻസ് പദ്ധതികളുടെ ഭാഗമാക്കുന്നതിനാണ്. സോ ഇഫ് യു ഹാവ് ഗോട്ട് എനി ഡിസീസ് അക്കോർഡിംഗ് ടു ദാറ്റ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പല അസുഖങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആകുമോ ഒക്കെ ചെയ്യുമ്പോൾ അത്തരം എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ ഒരു ഭാഗമാകണം എന്നുള്ളത് നിർബന്ധമായിട്ട് പറയുന്നതിന്റെ ഒരു കാരണം. So that's one condition. And the second condition is to this program or this health insurance program is offered, exercised on behalf of a group and also to a limited group of members. This offer ചെയ്യുന്നത് ഓരോ വ്യക്തികൾക്കല്ല കൂടുതലും. ഈ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് വ്യക്തിഗത ഇൻഷുറൻസ് അല്ലാന്ന്, കൂടുതലും ഇത് ഗ്രൂപ്പ് ആയിട്ടുള്ള ഇൻഷുറൻസ് ആണ്. അപ്പൊ ആ വർക്കേഴ്സ് ഒരു 3-4, അതും ലിമിറ്റഡ് ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് ഉണ്ടായിരിക്കുള്ളൂ. ഓരോ ഗ്രൂപ്പിലും വളരെ കുറച്ച് ആൾക്കാരുണ്ടാവുള്ളൂ. അങ്ങനെ ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സുകളെ ചുരുക്കി, മെമ്പറുകൾക്ക് ചുരുക്കി ഒരു ഗ്രൂപ്പുകൾക്ക് വേണ്ടിയിട്ടായിരിക്കും ഇത്തരം ഇൻഷുറൻസ് എടുത്തിരിക്കുക. അത് രണ്ടാമത്തെ കണ്ടീഷൻ. ആൻഡ് ഓൾസോ ദ കോൺട്രിബ്യൂഷൻ ഷുഡ് ബി മെയ്ഡ് ബൈ ദ എംപ്ലോയർ ഓൺ ബിഹാഫ് ഓഫ് ദ എംപ്ലോയി. ഈ ഇൻഷുറൻസ് പദ്ധതിയുടെ ഭാഗമാകുന്നത് എംപ്ലോയി ആണെങ്കിലും ഇതിന്റെ കോൺട്രിബ്യൂഷൻ അടയ്ക്കേണ്ടത് എംപ്ലോയർ ആണ്. ആർക്ക് വേണ്ടിയിട്ടാണോ ജോലി ചെയ്യുന്നത് അവർ ഇതിന്റെ കോൺട്രിബ്യൂഷൻ അടയ്ക്കണം. ഇപ്പൊ ഞാൻ 2-3 പേര് ഇപ്പൊ ഒരു റിസ്ക് ആയിട്ടുള്ള ഒരു ജോലിയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് നമ്മളെ ഇൻഷുർ ചെയ്തിരിക്കുകയാണ്. 2-3 ടീച്ചേഴ്സിനെ ഒരുമിച്ച് ഇൻഷുർ ചെയ്തിരിക്കുകയാണ്. അത്ര വലിയ റിസ്ക് ഉള്ള ജോലിയല്ല എല്ലാം നമുക്കറിയാം. അതായത് റിസ്ക് നമ്മുടെ ഹെൽത്തിന് എന്തെങ്കിലും പ്രോബ്ലംസ് വരുന്ന രീതിയിലുള്ള കാര്യങ്ങളാണെങ്കിലും അപ്പൊ കുറച്ച് വർക്കേഴ്സിനെ എന്ത് ചെയ്തിരിക്കുന്നു, അവർ ഗ്രൂപ്പായിട്ട് ഇൻഷുർ ചെയ്തിരിക്കുന്നു. അതിന്റെ കോൺട്രിബ്യൂഷൻ നമ്മുടെ എംപ്ലോയർ, നമുക്ക് ജോലി തന്ന ആളില്ലേ, അവർ എംപ്ലോയർ ആണ് അതിന്റെ കോൺട്രിബ്യൂഷൻ അപ്പൊ അടയ്ക്കേണ്ടത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ 3 കണ്ടീഷൻസ് ആണ് ഇതിനുള്ളത്, സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് വേണ്ടത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ? 3 കണ്ടീഷൻസ് മനസ്സിലായോ? ഓക്കെ, then what are the benefits or features of
ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം, ഇത്തരം സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെങ്കിൽ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഇത്തരം ഇൻഷുറൻസ് സ്കീംസിന്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്തൊക്കെയാണ്, എന്ത് ബെനിഫിറ്റ് അതുകൊണ്ടുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ, ഇത് ഗവൺമെന്റ് ഓഫർ ചെയ്യുന്ന ഒരു സ്കീം ആയതുകൊണ്ട് ആൻഡ് ഇറ്റ് ഈസ് ഓഫേർഡ് അറ്റ് എ ലോ കോസ്റ്റ്, വളരെ ചുരുങ്ങിയ ചെലവിലാണ് ഈ ഒരു ഇൻഷുറൻസ് പദ്ധതി ഓഫർ ചെയ്യുന്നത്. ചുരുങ്ങിയ പ്രീമിയം, അതായത് കോൺട്രിബ്യൂഷൻ ഇല്ലേ, ചെറിയ തുകയൊക്കെ കോൺട്രിബ്യൂഷൻ അടച്ച് നമുക്ക് ഈ ഒരു ഇൻഷുറൻസ് സ്കീമിന്റെ ഭാഗമാകാൻ പറ്റും. കാരണം ഇത് ഗവൺമെന്റ് ഓഫർ ചെയ്യുന്നതാണ്. അപ്പൊ ഗവൺമെന്റ് ഓഫർ ചെയ്യുന്നതാണ്, ലോ കോസ്റ്റ് ആണ്. അപ്പൊ ഗവൺമെന്റും ആ ലോ കോസ്റ്റ് എന്നുള്ളത് രണ്ടും അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ആ രണ്ട് വേർഡുകളും അണ്ടർലൈൻ ചെയ്താൽ മതി, കണക്ട് ചെയ്യാൻ പറ്റും നമുക്ക് അല്ലെ. അതായത് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് ഗവൺമെന്റ് ഓഫർ ചെയ്യുന്നു, അത് ലോ കോസ്റ്റിലാണ്. ആൻഡ് ഇത് ആർക്ക് വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്? BPL ഫാമിലീസിനെ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് ഇൻഷുറൻസിന്റെ ബെനിഫിറ്റുകൾ അവൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് BPL ഫാമിലീസിന് വേണ്ടിയിട്ടാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഓൾസോ BPL ഫാമിലീസ് മാത്രമല്ല, പുവർ പീപ്പിളിനെ കൂടി സപ്പോർട്ട് ചെയ്യുക, അവർക്ക് കൂടി കവറേജ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ BPL ഫാമിലീസും അണ്ടർലൈൻ ചെയ്യാം, പുവർ പീപ്പിൾ മൂന്നാമത്തെ പോയിന്റില് ഫോർ ദ പുവർ പീപ്പിൾ എന്നുള്ളതും അണ്ടർലൈൻ ചെയ്യാം. ബെനിഫിറ്റുകൾ ആർക്കൊക്കെ അല്ലെങ്കിൽ എന്തൊക്കെയെന്നൊക്കെ ചോദിക്കാം. അപ്പൊ അതിനകത്ത് വരും ലോ കോസ്റ്റ്, ഗവൺമെന്റ് ഓഫർ ചെയ്തിരിക്കുന്ന ലോ കോസ്റ്റ്, BPL ഫാമിലീസിനെ സപ്പോർട്ട് ചെയ്യുക, പുവർ ഫാമിലീസിനെ, പുവർ പീപ്പിളിനെ സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ഓൾസോ ഈ ഒരു സ്കീം കൊണ്ടുള്ള മറ്റൊരു പ്രത്യേകത അല്ലെങ്കിൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ഇത് പ്രൊവൈഡ്സ് ട്രീറ്റ്മെന്റ് ബോത്ത് ഇൻ പ്രൈവറ്റ് ആൻഡ് ഓൾസോ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്. അതായത് ഇവിടെ ഇത്തരം സ്കീമുകളിൽ പങ്കാളികളാകുന്നവർക്ക് ഇല്ലേ, പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആയിക്കോട്ടെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, നമുക്ക് എവിടെയാണോ ട്രീറ്റ്മെന്റ് വേണ്ടത് അവിടെ ബെറ്റർ ട്രീറ്റ്മെന്റ് നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത്തരം ഗവൺമെന്റിന്റെ വളരെ ചുരുങ്ങിയ ചെലവിലുള്ള ഇൻഷുറൻസ് അല്ലേ, അതുകൊണ്ട് നിങ്ങൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ മാത്രമേ ഇതിന്റെ ഇൻഷുറൻസിന് സാധ്യതയുള്ളൂ, അല്ലെങ്കിൽ ഇതിന്റെ കവറേജ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കിടന്നാൽ മാത്രമേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് മാത്രം തള്ളണ്ട. ഇനി അവിടെ ചെന്നു നമുക്ക് ബെറ്റർ ട്രീറ്റ്മെന്റ് കിട്ടിയില്ല, അല്ലെങ്കിൽ നമ്മളുടെ രോഗത്തിന് പറ്റിയ ഫെസിലിറ്റീസ് അവിടെ ഇല്ല എങ്കിൽ നമ്മളെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ അവിടെയും ഇതിന്റെ കവറേജ് കിട്ടുമെന്ന് അതാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ലാസ്റ്റ് പോയിന്റ് കിട്ടിയോ? consist of treatment both in private hospitals and also government hospitals. Okay, അത് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ട്രീറ്റ്മെന്റ് ഇൻ ബോത്ത് പ്രൈവറ്റ് ആൻഡ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഫോർ ബെറ്റർ ഹെൽത്ത് കെയർ. ഓക്കെ, ആ 4 പോയിന്റും അതിന്റെ ബെനിഫിറ്റ് ആണ്, അത് ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആണല്ലോ? യെസ്. അടുത്ത ഇൻഷുറൻസ് സ്കീമാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ പഠിച്ചത് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് കുറച്ച് സുപരിചിതമായ ഒരു ഇൻഷുറൻസ് സ്കീമാണ്. കുറെ എല്ലാവരും മിക്കവാറും കേട്ടിട്ടുണ്ടായിരിക്കും. ESI എന്നായിരിക്കും നമ്മൾ കേട്ടിരിക്കുക. ആൻഡ് ഇറ്റ്സ് ഫുൾ ഫോം ഈസ് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് അല്ലെ. ESI എന്ന് കേട്ടിട്ടുണ്ടോ അല്ലെ? ESI ഉള്ളതുകൊണ്ട് ഇന്ന ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ESI ഉണ്ടല്ലോ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? പലരും പറഞ്ഞെങ്കിലും അല്ലെ, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആണത്. അപ്പൊ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം വാസ് ഡെവലപ്ഡ് ഓർ ഇൻട്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ 1948. 1948 എസ്റ്റാബ്ലിഷ് ചെയ്താണ് ഈ ഒരു ഇൻഷുറൻസ് സ്കീമൊക്കെ. നമ്മൾ ശരിക്കും 1948 ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്കീമൊക്കെ ഇപ്പോഴും നിലവിലുണ്ടെന്ന്. പക്ഷെ അന്നൊന്നും ഇതിന്റെ വലിയ സാധ്യതകളൊന്നും ഉണ്ടായിരുന്നില്ല, ഇത്രയും അധികം പോപ്പുലറും ആയില്ല. എന്നാൽ ഇൻഷുറൻസുകൾ ഇത്രയധികം പോപ്പുലർ ആയത് കറണ്ട് ലാസ്റ്റ് ബാക്കിലേക്ക് നോക്കി കഴിഞ്ഞാൽ കുറച്ച് കറണ്ട് ഇയേഴ്സ് ബിഫോർ മാത്രമാണ്, കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങി മാത്രമാണ് ഇത്രയധികം ഈ ഇൻഷുറൻസ് പദ്ധതികൾക്ക് ഇത്രയധികം പേരും പ്രശസ്തിയൊക്കെ വന്നത്. ഇൻഷുറൻസ് എന്ന് പറയുന്ന സാധനമൊന്നും നമ്മളുടെ ഈ കാലഘട്ടത്തിലാണ് ആളുകൾ ഇത്ര ഉപയോഗിക്കണേ എന്ന് മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. ഇതൊക്കെ നേരത്തെ തന്നെ നിലവിലുള്ളതാ. പക്ഷെ ഇതിന്റെ സാധ്യതകളൊന്നും അന്ന് ഉപയോഗപ്പെടുത്തേണ്ട ആവശ്യം വരുന്നില്ല. എന്താ കാരണം? ബിക്കോസ് most of the people were healthy during that years. അത്തരം വർഷങ്ങളിലേക്ക് ആളുകൾക്ക് വളരെ ഹെൽത്തി ആയിരുന്നു, ആരോഗ്യവാന്മാരായിരുന്നു, അവരുടെ ആരോഗ്യം നല്ല ആരോഗ്യമായിരുന്നു അല്ലെ. ഇന്ന് നമ്മളെല്ലാവരും നടക്കുന്നത് അനാരോഗ്യകരമായിട്ടുള്ള രീതിയിലാണ്. നമ്മുടെ രീതി അൺഹെൽത്തി ആയി, സോ ദാറ്റ് നമ്മുടെ ഹെൽത്തും അൺഹെൽത്തി ആയി പോയി. എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, നമ്മളുടെ പല കാര്യങ്ങളും അല്ലെ, നമ്മുടെ ഉറക്കം, നമ്മളുടെ റെസ്റ്റിംഗ് ടൈം, ഇത് നമ്മൾ ഫുഡ് കഴിക്കുന്ന ടൈം എല്ലാം എന്താണ് താളം തെറ്റി കിടക്കും. ഒരു നേരത്തിൽ കിട്ടുമ്പോ തിന്നാം അല്ലെ. നല്ല ഫുഡ് എവിടെ നിന്ന് കിട്ടും അപ്പൊ കഴിക്കുക അല്ലെ. ഇതൊക്കെ ധൃതിയാണോ? അയ്യോ ഫുഡ് എടുക്കട്ടെ, ഇന്ന് കഴിക്കുന്നില്ല, പോകണ്ട, വേണ്ട, കഴിക്കില്ല, കൊണ്ടുപോകണ്ട അല്ലെ. ഇതൊക്കെ നമ്മള് എന്താ പറയാ, നല്ല ഹെൽത്തി ആയിരിക്കാൻ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഫുഡും അത് കൃത്യ ടൈമിങ്ങിലും ഒന്നുമില്ല നമ്മൾ ഇന്ന് ചെയ്യുന്നത്. നമ്മളെല്ലാവരും വിചാരിക്കും അങ്ങനെയൊക്കെ ചെയ്യണമെന്ന്, പക്ഷെ നമുക്കത് പറ്റാറില്ല. അങ്ങനെ എല്ലാം ക്രമം തെറ്റി കഴിഞ്ഞപ്പോ ഇന്ന് നമുക്ക് ഇൻഷുറൻസ് കമ്പനികളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ട് വന്നു. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഇതൊക്കെ ഭയങ്കര പോപ്പുലറായി, ഇത്ര ഫേമസ് ആയി. അപ്പൊ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്ന സ്കീം
ESIS എന്ന് പറയുമ്പോൾ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ഉള്ളൂ. ESIS എന്ന് പറയുമ്പോൾ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം എന്നായിട്ടോ. ഇത് ബോത്ത് ക്യാഷ് ബെനിഫിറ്റും മെഡിക്കൽ ബെനിഫിറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്യാഷ് ആയിട്ടും അതുപോലെ തന്നെ മെഡിക്കൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്ന ബെനിഫിറ്റും ഈ പറയുന്ന ESI കൊണ്ട് ഉണ്ട്. രണ്ട് നേട്ടമുണ്ട് കേട്ടോ. ക്യാഷ് ബെനിഫിറ്റും കിട്ടും, മെഡിക്കൽ ബെനിഫിറ്റും ESI കിട്ടുന്നുണ്ട്. ഇനി എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ആ ഒരു അതോറിറ്റി, ആ ഒരു കോർപ്പറേഷൻ ആണ് നമ്മുടെ ഈ ESIയുടെ മൊത്തം കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇതിന്റെ ആക്ടിവിറ്റീസ്, ESI പ്രകാരമുള്ള ഇൻഷുറൻസിന്റെ പദ്ധതിയും അതിന്റെ കവറേജ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിച്ച് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സെമി ഗവൺമെന്റ് ബോഡിയാണ്, ഒരു അർദ്ധ സർക്കാർ ബോഡിയാണ് ഈ പറയുന്ന എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഈ പറയുന്ന സെമി ഗവൺമെന്റ് ബോഡി, അതായത് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എന്ന് പറയുന്ന സെമി ഗവൺമെന്റ് ബോഡിയുടെ ചെയർമാൻ ആരാണ്? ചെയർമാൻ യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ ആണ് ഇതിന്റെ ചെയർമാൻ, ആൻഡ് ഡയറക്ടർ ജനറൽ ആണ് ഇതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ബോഡിയുടെ. ഈ സെമി ഗവൺമെന്റ് ബോഡിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഡയറക്ടർ ജനറലും അതുപോലെ ചെയർമാൻ എന്ന് പറയുന്നത് യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബറുമാണ്. ഓക്കെ, ആ ഒരു പാരഗ്രാഫ് ഫുള്ള് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം, ബിക്കോസ് ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം, ESI ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം, അതിനെ കൺട്രോൾ ചെയ്യുന്നത് ESIC എന്ന് പറയുന്നത് ഫുൾ ഫോം ഒക്കെ ആവശ്യമുണ്ട്. ഇതിന്റെ അതൊരു സെമി ഗവൺമെന്റ് ബോഡി ആണെന്നുള്ളത്, അതിന്റെ ചെയർമാൻ ആരാണെന്നുള്ളത്, അതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ആരാണെന്നുള്ളത്. ക്ലിയർ അല്ലേ? അണ്ടർലൈൻ ചെയ്തോ? പറയട്ടെ അടുത്തത്. ഓക്കെ, യെസ്. ഇനി ഇതിന്റെ ഈ പറയുന്ന ESI പ്രകാരം ടു അവൈൽ ദ സിക്നസ് ബെനിഫിറ്റ്, ഈ പറയുന്ന എന്താ പറയാ സ്കീം പ്രകാരം അല്ലെങ്കിൽ പദ്ധതി പ്രകാരം ഇതിന്റെ സിക്നസ് ബെനിഫിറ്റ് കിട്ടണമെങ്കിലേ, രോഗം വന്നിട്ട് അതിന്റെ ബെനിഫിറ്റ് നമുക്ക് നേടണമെന്നുണ്ടെങ്കിലേ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് സിക്നസ് ബെനിഫിറ്റിനും ഒന്ന് മെറ്റേണിറ്റി ബെനിഫിറ്റിനും. ഇത് സ്ത്രീകൾക്ക് പ്രസവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾക്കൊക്കെ നേട്ടങ്ങൾ കിട്ടണമെങ്കിൽ രണ്ട് കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഒന്ന്, സിക്നസ് ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ ഇത് വർക്കേഴ്സ് പറയുമ്പോൾ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, they have worked for 78 days before the sickness. ആ രോഗത്തിന് തൊട്ട് മുമ്പ് 78 ദിവസമെങ്കിലും ജോലി ചെയ്തിരിക്കണം. 78 ദിവസം വരെയെങ്കിലും ജോലി ചെയ്തിട്ടാണ് എങ്കിൽ മാത്രമാണ് സിക്നസ് ബെനിഫിറ്റിന് അവൈലബിലിറ്റി ഉള്ളൂ വർക്കർക്ക് എന്നുള്ളതാണ് ESIയുടെ ആദ്യത്തെ കാര്യം. ഓക്കെ, 78 ദിവസം വർക്ക് ചെയ്തിരിക്കണം. ഇനി മെറ്റേണിറ്റി ബെനിഫിറ്റിന് അവൈലബിലിറ്റി കിട്ടണമെങ്കിൽ the ladies, അതായത് women have to work for 70 days before availing the benefit. ഈ ബെനിഫിറ്റ് കിട്ടുന്നതിന് തൊട്ട് മുന്നുള്ള 70 ദിവസം ജോലി ചെയ്തിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഈ രണ്ട് കാര്യം ഒരു കൺസ്ട്രെയിന്റ് ഉണ്ട്, ഒരു എന്താ പറയാ വൃത്തി വെച്ചിരിക്കുകയാണ്. ഇത്രയും ദിവസങ്ങളിൽ വർക്ക് ചെയ്തിരിക്കുകയാണ്, ഇത്രയും ദിവസം ഇപ്പൊ 50 ദിവസവും വർക്ക് ചെയ്തിട്ട് സിക്നസ് ബെനിഫിറ്റ് കിട്ടണമെന്ന് പറഞ്ഞാൽ അത് വന്നിട്ട് ജോലിക്ക് കയറിയിട്ട് 50 ദിവസം പോലും ആയിട്ടില്ല. അപ്പൊ സിക്നസ് എന്തെങ്കിലും അസുഖം വന്നു, അപ്പൊ സിക്നസ് ബെനിഫിറ്റ് കിട്ടുമോ? ഇല്ല, കിട്ടില്ല. 78 ദിവസമെങ്കിലും വർക്ക് ചെയ്തിരിക്കണം. അതുപോലെ മെറ്റേണിറ്റി ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ 70 ദിവസമെങ്കിലും ആകുമ്പോൾ വർക്ക് ചെയ്തിരിക്കണം. ക്ലിയർ ആയോ? അണ്ടർലൈൻ ചെയ്ത് വെക്കണം. ഇതുപോലെയുള്ള ഫിഗേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം. സിക്നസ് ബെനിഫിറ്റ് എന്ന് എഴുതാം, 78 ദിവസം ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. മെറ്റേണിറ്റി ബെനിഫിറ്റ് എന്ന് എഴുതാം, എഴുതല്ല അണ്ടർലൈൻ ചെയ്യാം. 70 days ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഫിഗേഴ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇതിനകത്തെ സംഖ്യകളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. മാർക്ക് ചെയ്തോ? യെസ്. ESIയുടെ മറ്റൊരു കണ്ടീഷൻ എന്താന്ന് നോക്കിയേ. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് എന്താ പറയാ ഭയങ്കര റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ കൂടുതലുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ടൊക്കെയാണ് ചില ഇൻഷുറൻസ് പദ്ധതികൾ അവരെ സപ്പോർട്ട് ചെയ്യുക. അതായത് കുറച്ച് എന്താ പറയാ ആളുകൾക്ക് സപ്പോർട്ട് ചെയ്യാൻ, അതായത് കുറച്ച് വർക്കേഴ്സിന് അവർ സ്വന്തമായിട്ട് ഇതുപോലുള്ള എക്സ്പെൻസുകളൊക്കെ മീറ്റ് ചെയ്യാനായിട്ടൊക്കെ കഴിവില്ല, അങ്ങനെയുള്ളവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇത്തരം ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസുകളുടെ പദ്ധതികളുടെ ഒക്കെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇവിടെ ഈ ഒരു ഇൻഷുറൻസ് ESI എന്ന് പറയുന്ന ഇൻഷുറൻസ് സ്പെഷ്യലി ഡിസൈൻഡ് ഫോർ ഫാക്ടറി വർക്കേഴ്സ്. ഇത് കൂടുതലും ആർക്ക് വേണ്ടിയിട്ടാണെന്ന് അറിയാമോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്? ഫാക്ടറി തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഫാക്ടറി തൊഴിലാളികൾക്കും പലതരത്തിലുള്ള രോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. കാരണം ഫാക്ടറിയിൽ നിന്നും ഉദ്യമിക്കുന്ന പല എന്താ പറയാ വിഷവാതകങ്ങളും അവർക്ക് ശ്വസിക്കാൻ ഇടവരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരുപാട് അസുഖങ്ങൾക്കൊക്കെ അവർക്ക് ചാൻസസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരെ അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അവരുടെ ഹസാർഡ്സ് മീൻസ് അവരുടെ ഡിഫിക്കൽട്ടീസ്, അപകടകാരികളായിട്ടുള്ള
തൊഴിൽ ഒക്കെയാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം അങ്ങനെയുള്ള ആളുകളെ വർക്കേഴ്സിനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ബിക്കോസ് ഒരുപാട് ഫാക്ടറി വർക്കേഴ്സ് ആർ വർക്കിംഗ് ഇൻ ഇന്ത്യയിൽ തന്നെ ഇഷ്ടംപോലെ ഫാക്ടറി തൊഴിലാളികളുണ്ട്. The workers, those who are not drawing a wages of which is not excess of ₹21,000 per month. ഒരു മാസത്തില് 21,000-ൽ കൂടുതൽ കൂലി വാങ്ങിക്കാത്ത എല്ലാവർക്കും ഈ ഒരു സ്കീമില് പങ്കെടുക്കാവുന്നതാണ്. 21,000-ൽ കൂടുതൽ കൂലി ഇല്ലാത്ത എല്ലാവർക്കും എംപ്ലോയീസിന് വർക്കേഴ്സിന് മാസത്തിലാണ് അവർക്ക് ഈ ഒരു എന്താ പറയുക സ്കീമില് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിന്റെ ഭാഗമാകാൻ പറ്റുന്നതാണ്. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആണോ ഇത്രയും വരെ? ഓക്കെ അല്ലേ? നമ്മളിന്ന് ഇവിടെ വരെ എടുത്തിട്ടുള്ളൂ. അടുത്ത പോയിന്റ് എടുക്കാൻ പറ്റില്ല, സമയം ഈസ് ഓവർ. ഓക്കെ, അപ്പൊ ഇവിടെ വരെ ഉള്ളത് നമ്മൾ ഇന്ന് ഇവിടെ തുടങ്ങിയ എടുത്ത ഡിസീസസ് നോട്ട് കവേർഡ്, വെയിറ്റിംഗ് പീരീഡ് തുടങ്ങി, ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് പറഞ്ഞു, SHI സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് പറഞ്ഞു, ഈ അതിന്റെ ബെനിഫിറ്റ്സും പറഞ്ഞു. പിന്നെ ESIയുടെ 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് പോയിന്റുകളാണ് ESIയുടെ ആയിട്ട്. ആ 3 തന്നെ പറഞ്ഞിട്ടുള്ളൂ. അതുവരെ നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്ക് അടുത്ത ദിവസം കിട്ടും. ഓക്കെ ഓക്കെ, ബൈ. താങ്ക് യു. താങ്ക് യു മിസ്. ഓക്കെ, താങ്ക് യു.